ഹലോ മച്ചുമാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. നമ്മുടെ ഈ ചാനൽ പറയുന്ന സമയത്ത് ചില ആൾക്കാർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകുന്ന ഒരു തരം കണ്ടന്റ് ഉണ്ട്, അതായത് നിധിവേട്ട. പേഴ്സണലി അങ്ങനത്തെ കഥകൾ പറയാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പൊ കഥയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ കഥാനായകനായിട്ടുള്ള ആന്റി അവന്റെ വെക്കേഷൻ ചെലവഴിക്കാൻ പോകുന്നത് അവന്റെ അങ്കിളിന്റെ കൂടെയാണ്. ആദ്യമായിട്ടാണ് അച്ഛന് ഇതുപോലൊരു ചേട്ടനുണ്ട് എന്നുള്ള കാര്യം തന്നെ അവൻ അറിയുന്നത്. പിന്നീട് അങ്കിളിന്റെ കൂടെ താമസിക്കാൻ പോകുന്നത് വളരെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു ദ്വീപിലാണ്. പക്ഷെ ആ ഒരു ദ്വീപ് കാണാൻ വളരെയധികം മനോഹരമാണ്. അവൻ അറിയാത്ത പല രഹസ്യങ്ങളും ആ ഒരു ദ്വീപില് മറച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ പ്രധാനമായിട്ടുള്ള ഒന്നാണ് ഇവരുടെ എല്ലാം അപ്പൂപ്പനുണ്ടല്ലോ, അദ്ദേഹം ഒളിപ്പിച്ചു വെച്ച കോടിക്കണക്കിന് രൂപ മൂല്യം വരുന്ന നിധിശേഖരം. അങ്ങനെ യാദൃശികമായിട്ട് മിസ്റ്റീരിയസ് ആയിട്ടുള്ള ആ ഐലൻഡിലേക്ക് എത്തിയ സമയത്ത് ആന്റി അവന്റെ അനിയനായിട്ടുള്ള മാർക്ക് ആ ഒരു നിധി തേടി പോവാണ്. അതും ആ ദ്വീപിലെ ഒരാൾ പോലും പോവാത്ത പ്രേതക്കാട്ടിലേക്ക്. കാരണം അവിടെ വെച്ച് പല അലർച്ചയും കരച്ചിലും എല്ലാം നാട്ടുകാർ കേൾക്കാറുണ്ട്. എന്നാൽ അതിനെല്ലാത്തിനും പിന്നിൽ വ്യക്തമായിട്ടുള്ള കാരണങ്ങളുണ്ടായിരുന്നു. എല്ലാത്തിന്റെയും രഹസ്യം നമ്മുടെ രണ്ട് പിള്ളേരും കൂടെ അവസാനം കണ്ടുപിടിക്കുന്നുണ്ട്. അപ്പൊ നല്ല ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു അടിപൊളി ട്രഷർ ഹണ്ടിങ് മൂവിയുടെ കഥ തന്നെയാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്. സോ ഈ സിനിമയുടെ പേരാണ് ലോസ്റ്റ് ആൻഡ് ഫൗണ്ട്. ഞാൻ എപ്പോഴും സിനിമയുടെ പേര് പറയാത്തതിന് കാരണം ഓൾറെഡി എല്ലാ വീഡിയോയിലും ഇതുപോലെ സിനിമയുടെ പേര് മുകളിൽ കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. അപ്പൊ നമുക്ക് നേരെ കഥയിലേക്ക് പോകാം. സിനിമയുടെ ആരംഭത്തിൽ തന്നെ ഒരു നീന്തൽ മത്സരം നടക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു മത്സരത്തിൽ പങ്കെടുക്കാനായിട്ട് ആന്റി വാൾട്ടൺ എന്നൊരു ചെറുപ്പക്കാരന് വന്നിട്ടുണ്ട് കേട്ടോ. ഇവനൊരു പ്രത്യേകതയുണ്ട്, ഏകദേശം 90ഓളം സെക്കൻഡ് വെള്ളത്തിനടിയിൽ ശ്വാസം പിടിച്ച് നിൽക്കാൻ കഴിയും. അപ്പൊ ആ ഒരു ടാലന്റ് അല്ലെങ്കിൽ ഈ ഒരു അഡ്വാൻറ്റേജ് ഉപയോഗിച്ച് ഈ ഒരു മത്സരത്തിൽ വിജയിക്കാമെന്നാണ് അവൻ കരുതിയത്. എന്നാൽ ജസ്റ്റ് മിസ്. ഫസ്റ്റ് പ്രൈസ് അവന് മിസ്സാവാണ് കേട്ടോ. എന്തോ ഭയങ്കരമായിട്ട് വിഷമമാണ്. വെള്ളത്തിനടിയിൽ പോയിട്ടാണ് അവൻ അങ്ങനെ സാഡ് ആയിട്ടിരിക്കുന്നത്. ഈ പറഞ്ഞതുപോലെ 90 സെക്കൻഡ് വെള്ളത്തിനടിയിൽ ഇരിക്കാനുള്ള ഒരു കഴിവ് അവനുണ്ട്. അങ്ങനെ അന്നേ ദിവസം വൈകുന്നേരം ആയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ചെറിയൊരു സൂപ്പർ മാർക്കറ്റിലേക്ക് കൂട്ടുകാരുമായിട്ട് ഈ ആന്റി പോവുകയാണ്. ലക്ഷ്യം എന്താന്ന് വെച്ചാൽ അവിടെയുള്ള ബിയറിന്റെ ബോട്ടിൽസ് അടിച്ചു മാറ്റുക. ഇവരിങ്ങനെ ഇത് അടിച്ചു മാറ്റാൻ പോകുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ 21 വയസ്സായാൽ മാത്രമേ ഇതുപോലെ സൂപ്പർ മാർക്കറ്റിൽ നിന്നും ആൽക്കഹോൾ കിട്ടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇന്ന് വൈകുന്നേരത്തെ പാർട്ടിക്ക് വേണ്ടി ഇത് അടിച്ചു മാറ്റാനാണ് ഇവരിങ്ങോട്ടേക്ക് വന്നത്. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന വേറെ ചില വസ്തുക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളിയിട്ട് എല്ലാവരുടെ ശ്രദ്ധ അങ്ങോട്ടേക്ക് പോയ നേരം നോക്കിയിട്ട് നമ്മുടെ ഹീറോ അതായത് ആന്റി വാൾട്ടൺ ഒരു ബിയറിന്റെ ഒരു കെട്ടെടുത്തിട്ട് നേരെ ഇവരുടെ ബാഗിലാക്കിയിട്ട് അവിടെ നിന്ന് പോവാണ്. എന്നാൽ ഈ ഒരു കാര്യം കണ്ണാടിയിലൂടെ അവിടെ ഉണ്ടായിരുന്ന ഒരു സ്റ്റാഫ് കാണുന്നുണ്ട്. അപ്പോഴേക്കും ആന്റിയും കൂട്ടുകാരും കൂടെ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് അടിച്ചു മാറ്റിയ ആ ഒരു ബിയർ ഇവർ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ ആ ഒരു സൂപ്പർ മാർക്കറ്റിലെ സ്റ്റാഫുകൾ ഓടി വരുന്നുണ്ട്. ഇവരെല്ലാവരും ഇവരുടേതായ കാറ് അവിടെ ഉണ്ടായിരുന്നു. അങ്ങോട്ടേക്ക് ഓടിച്ചെന്ന് കയറുകയാണ്. എല്ലാവരും കാറുകൾ കയറി. എന്നാൽ ആന്റിക്ക് മാത്രം കയറാൻ പറ്റിയില്ല. എന്നാൽ ആദ്യം ഉള്ളിൽ കയറിയ ആള് അത് ലോക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ആ കൂട്ടത്തിൽ തന്നെ വേറൊരു ലേഡി ഉണ്ട്, ക്ലെയർ ചോദിക്കുകയാണ് എന്താ തുറന്നു കൊടുക്കാത്തത്, തുറന്നു കൊടുക്ക്, അവൻ കയറട്ടെ. അത് പറ്റില്ല എന്ന് പറയാണ്. കാരണം എന്താണെന്നറിയോ, ഈ കള്ളന്മാര് എന്ന് പറഞ്ഞിട്ട് ഇവർ പിടിക്കാൻ വരുന്ന സമയത്ത് ഒരാളെങ്കിലും അവരുടെ കയ്യിൽ കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മുടെ പിന്നാലെ അവർ വീണ്ടും വരും. അപ്പോ അവൻ ഒരു ഇരയായിട്ട് നിന്നോട്ടെ, നമുക്ക് പോകാന്ന് പറഞ്ഞിട്ട് ഇവരവിടെ നിന്ന് പോകുന്നുണ്ട്. എന്നാൽ ആന്റി എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമല്ലോ. അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ നോക്കുമ്പോഴേക്കും ഈ മാളിലെ ആൾക്കാർ വന്നിട്ട് അവന് പിടിക്കുകയാണ്. കൂട്ടുകാര് അവനിങ്ങനെ ഇട്ടിട്ട് പോയത് കണ്ടപ്പോൾ അവന് ഭയങ്കരമായിട്ട് വിഷമാവുന്നുണ്ട്. എന്തായാലും പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കാതെ ആ മാളിന്റെ ഉള്ളിലേക്ക് തന്നെ ആന്റിയെ കൊണ്ടുപോവാണ്. കാരണം ഇതേ മാളിന്റെ മറ്റൊരു ബ്രാഞ്ചിൽ വർക്ക് ചെയ്യുന്ന ആളായിരുന്നു ഈ ആന്റിയുടെ അമ്മ. ഒരു അമ്മയുടെ മുന്നിൽ മോനിങ്ങനെ കള്ളനായിട്ട് നിർത്തിയാൽ എത്രത്തോളം വിഷമിക്കുമെന്ന് അറിയാലോ. എന്തായാലും അമ്മ ഇങ്ങോട്ടേക്ക് വന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അച്ഛനും വന്നിട്ടുണ്ട്. സത്യം പറയുകയാണെങ്കിൽ ആന്റിക്ക് ഇത് പുതിയ കാര്യമൊന്നും അല്ല കേട്ടോ. ഈ മാസം തന്നെ ഇത് 3ാമത്തെയാണ്. അച്ഛനാണെങ്കിൽ ഭയങ്കര ദേഷ്യത്തിലാണ്. മതി ഇവന്റെ പഠിത്തവും കാര്യങ്ങളൊക്കെ, എന്തായാലും തീരാനായില്ലേ, ഇവൻ ഇവിടുന്ന് മാറ്റണം എന്ന് പറയണം. പക്ഷെ ആ കാര്യം കേട്ടപ്പോൾ ആന്റിയുടെ അമ്മ ഇതിന് സമ്മതിക്കുന്നില്ല കേട്ടോ. വേണ്ട, അവൻ അങ്ങോട്ടേക്ക് വിടണ്ട, അവൻ പാവല്ലേ, നമുക്ക് ഒന്നും കൂടെ നോക്കാന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ സമ്മതിക്കുന്നില്ല. നമ്മൾ ഇവന് എത്ര വാണിംഗ് കൊടുത്തു, ഇവൻ നന്നായോ ഇല്ലല്ലോ. അപ്പൊ ഇവരുടെ സംസാരം കേട്ടപ്പോൾ നമ്മുടെ ആന്റി എന്നെ ചോദിച്ചു, നിങ്ങൾ എന്ത് ഈ പറയുന്നത്, എന്നെ എങ്ങോട്ടാ പറഞ്ഞയക്കുന്നത്, ഒന്ന് വ്യക്തമായിട്ട് പറ. ഈ സമയത്ത് അവന്റെ അച്ഛൻ പറയുന്നുണ്ട്, എനിക്കൊരു ചേട്ടനുണ്ട്, ട്രിമ്മർ എന്നാണ് എന്റെ ചേട്ടന്റെ പേര്. അപ്പൊ ചേട്ടന്റെ അടുത്തേക്ക് ഞാൻ നിന്നെ അയക്കാൻ വേണ്ടി പോവാണ്. എന്തായാലും വെക്കേഷനല്ലേ വരാൻ പോകുന്നത്, നീ കുറച്ച് ദിവസം പോയിട്ട് അവിടെ നിൽക്ക്. സത്യം പറയുകയാണെങ്കിൽ ആന്റിക്ക് അറിയില്ലായിരുന്നു അവന്റെ അച്ഛന് ഇതുപോലൊരു ചേട്ടൻ ഉണ്ടായിരുന്നു എന്ന്. അപ്പോ ആരാന്ന് പോലും അറിയാത്ത ഒരാളുടെ കൂടെ പോയിട്ട് എങ്ങനെ താമസിക്കുക, അതിന് അവൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു. അന്ന് രാത്രി തന്നെ അവന്റെ ബാഗും കാര്യങ്ങളും പാക്ക് ചെയ്തിട്ട് നാട് വിടാൻ നിൽക്കുകയാണ്. ആ സമയത്ത് അവന്റെ അച്ഛന്റെ ഒരു പഴയ വാച്ച് കിട്ടുന്നുണ്ട് കേട്ടോ. വ്യത്യസ്തമായതുകൊണ്ട് തന്നെ അതെടുത്ത് ബാഗിലിടുന്നുണ്ട്. ഇതും പാക്ക് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുമ്പോൾ അവനൊരു കുഞ്ഞനിയനുണ്ട്, മാർക്ക് വാൾട്ടൺ. മാർക്ക് വന്നിട്ട് ചേട്ടാ ഇതെവിടെയാ പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ ഒന്നുമില്ല, ഏതാന്ന് പോലും അറിയാത്ത ഒരാളുടെ കൂടെ പോയിട്ടാ താമസിക്കാൻ പറയുന്നത്, എനിക്ക് പറ്റില്ല എന്ന് പറയുന്നത്. ഇപ്പൊ മാർക്ക് ഉറക്കൻ അച്ഛനും അമ്മയും വിളിച്ചു വരുത്താണ്, ചേട്ടൻ ഇതാ നാട് വിടുന്നതെന്ന് പറഞ്ഞിട്ട്. അപ്പോഴേക്കും അവന്റെ അച്ഛനും അമ്മയും വരികയാണ്. അവന്റെ ആ ഒരു ഉദ്യമം അവിടെ എന്താ പറയാ ബ്ലോക്ക് ആവുകയാണ്. ഇതിനുശേഷം ഇവനെ കൈയോടെ തൂക്കിക്കൊണ്ട് നേരെ അങ്കിൾ ട്രിമ്മറിന്റെ അടുത്തേക്ക് പോവാണ്. ഈ ട്രിമ്മർ ജീവിക്കുന്നതാണെങ്കിൽ ഒരു ഐലൻഡിലാണ്. സോ അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുപോകണമെങ്കിൽ ബോട്ടോ തോണിയോ അങ്ങനെ എന്തെങ്കിലും വേണം. അങ്ങനെ ഒരു ബോട്ടുമായിട്ട് അങ്കിൾ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. വന്ന പാടെ തന്നെ നമ്മുടെ ചെറിയ ചെറുക്കൻ മാർക്ക് ഉണ്ടല്ലോ, അവനായിട്ട് വലിയൊരു മീൻ ഇട്ട് കൊടുക്കാൻ കേട്ടോ, ഇത് നീ എടുത്തോന്ന് പറഞ്ഞിട്ട്. മാത്രമല്ല ഈ അങ്കിളിനോട് അവൻ ഭയങ്കരമായിട്ട് കമ്പനി ആവുന്നുണ്ട് അങ്കിൾ ട്രിമ്മറിനോടെ. സോ ആ ഒരു പരിസരവും അങ്കിളിനെ എല്ലാം ഇഷ്ടമായതുകൊണ്ട് തന്നെ മാർക്ക് ഇപ്പോൾ അമ്മയോട് ചോദിക്കണം, അമ്മേ ചേട്ടന്റെ കൂടെ ഞാനിവിടെ നിന്നോട്ടെ. അവനങ്ങനെ നിർബന്ധിച്ച് ചോദിച്ചപ്പോൾ സമ്മതിക്കുകയാണ് കേട്ടോ. മാത്രമല്ല അങ്കിളായിട്ടുള്ള ട്രിമ്മറിനോട് പറയുന്നുണ്ട്, എന്റെ മോന് ചെവി കേൾക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്, അതുപോലെ തന്നെ നീന്താനും അറിയില്ല, അപ്പൊ അവന് വെള്ളത്തിലേക്കൊന്നും ഇറക്കി വിടരുത് കേട്ടോ. അങ്കിള് പറയണേ ഞാനെല്ലാം നോക്കിക്കോളാം. പക്ഷേ ഈ കാര്യം നമ്മുടെ ആന്റിക്ക്
ഒട്ടും അങ്ങോട്ട് ഇഷ്ടാവുന്നില്ല. കാരണം എല്ലാ പ്രശ്നത്തിന് പുറമെ ഈ ചെറുക്കനും കൂടെ വന്നു കഴിഞ്ഞാൽ തൊല്ലയായിരിക്കും, ശല്യമായിരിക്കും. എന്നാൽ അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അച്ഛൻ പറയാണ്, മോനെ അനിയൻ നിന്റെ കൂടെ തന്നെ ഉണ്ടാവും, നന്നായിട്ട് നോക്കണടാ. അങ്ങനെ ഇവരിടുന്ന് ആ ഒരു ബോട്ടിൽ കയറിയിട്ട് നേരെ ഐലൻഡിലേക്ക് പോകാൻ നിൽക്കുകയാണ്. അപ്പൊ അതിന് മുന്നേ ആയിട്ട് ഈ വെള്ളത്തിൽ വീണാൽ മുങ്ങാതിരിക്കാനുള്ള ഒരു എന്താ പറയാ, അതിന്റെ പേര് എനിക്ക് കിട്ടുന്നില്ല. എന്തായാലും ആ ഒരു സാധനം മാർക്കിന് ഇടാൻ കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് മാർക്കിന്റെ അടുത്തേക്ക് അമ്മ വന്നിട്ട് പറയുന്നുണ്ട്, മോനെ ഒരു കാരണവശാലും അനാവശ്യമായിട്ട് ഇത് ഒരിടത്ത് കേട്ടോ, കാരണം ഇതൊരു സേഫ്റ്റിയാണ്. അങ്ങനെ അമ്മയോടും അച്ഛനോടും യാത്ര പറഞ്ഞ് രണ്ട് പിള്ളേരും കൂടെ അങ്കിളിന്റെ കൂടെ ആ ഒരു ബോട്ടിൽ അങ്ങനെ പോവുകയാണ്. ഏകദേശം ഇപ്പൊ ആ ഒരു ഐലൻഡിൽ എത്താനായിട്ടുണ്ട്. എത്തിയ വാർഡ് തന്നെ ഈ ആന്റി ആണെങ്കിൽ ഭയങ്കരമായിട്ട് ഛർദ്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ട് അങ്കിൾ ട്രിമ്മർ പറയുന്നത്, എന്താണ് മോനെ ഈ ചെറിയ പരിപാടിക്ക് വരെ അങ്ങോട്ട് താങ്ങാൻ പറ്റുന്നില്ലേ? പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്റെ റൂൾസ് ആണ്, ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ അതുപോലെ കേൾക്കണം. ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് പോകാൻ പാടില്ല, അത് റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഏരിയ ആണ്, നിർബന്ധമായിട്ട് നിങ്ങൾ അത് കേൾക്കണം. പിന്നീട് ആ ഒരു ഐലൻഡിലേക്ക് ഇവർ കയറാൻ നിൽക്കുമ്പോൾ തന്നെ അവിടെ ഒരു ബോർഡ് കാണുന്നുണ്ട്, വാൾട്ടൻ ഐലൻഡ്. ഇത് കേട്ട സമയത്ത് ആന്റി ചോദിക്കുന്നുണ്ട്, ഇതെന്താണ് നമ്മുടെ കുടുംബ പേര് ഈ ഐലൻഡിന് വെച്ചിട്ടുള്ളത്? കാരണം ഇവരുടെ കുടുംബ പേര് തന്നെ വാൾട്ടൻ എന്നാണ്. അതായത് നമ്മുടെ കഥാനായകൻ ആന്റി വാൾട്ടൻ, അവന്റെ അനിയൻ മാർക്ക് വാൾട്ടൻ, അതുപോലെ തന്നെ അങ്കിളിന്റെ പേര് നോക്കുകയാണെങ്കിൽ ട്രിമർ വാൾട്ടൻ. സോ ഇവരുടെ അപ്പൂപ്പൻ വാൾട്ടൻ ആണ് ശരിക്കും ഈ ഒരു ഐലൻഡ് മേടിച്ചത്. അങ്ങനെ ആ ഒരു ഐലൻഡിലേക്ക് ഇവർ പോകാൻ നിൽക്കുമ്പോൾ ആ ഒരു ബോർഡ് രണ്ടാൾക്കാർ എടുത്ത് മാറ്റുന്നുണ്ട്. എന്നാൽ അതിനെ ഈ ട്രിമർ തടുക്കണം, 2 മാസം കൂടെ സമയമുണ്ട്, അത് കഴിഞ്ഞ് എടുത്താൽ മതി എന്ന് പറയണം. അപ്പൊ തന്നെ ആന്റിക്കും മാർക്കിനും കാര്യം മനസ്സിലായി, ഈ ഐലൻഡ് വേറെ ആർക്കോ വിറ്റിട്ടുണ്ടെന്ന്. എന്തിനാ വിറ്റിയെന്നൊക്കെ ചോദിക്കുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചോദിക്കേണ്ടെന്ന് ട്രിമറെങ്കിൽ പറയണം. ഇതേ സമയത്ത് തന്നെ അങ്ങോട്ടേക്ക് ചെറിയൊരു ഫ്ലൈറ്റ് വന്നിറങ്ങുന്നുണ്ട് കേട്ടോ. അതായത് ഈ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പറ്റുന്ന ചെറിയൊരു ഫ്ലൈറ്റില്ലേ, അതിന്റെ ഉള്ളിൽ നിന്നും ഒരു അച്ഛനും അയാളുടെ മകളും പുറത്തേക്ക് വരുന്നുണ്ട്. ആ പെണ്ണ് അവളെ ഇതിനു മുന്നേ നമ്മൾ കണ്ടിട്ടുണ്ട് കേട്ടോ. അതായത് തുടക്കത്തിൽ ആന്റിയെ ഒറ്റയ്ക്കിട്ട് പോകാൻ നേരത്തെ ആ ഒരു കാറിന്റെ ഉള്ളിൽ നിന്നും ക്ലെയർ എന്ന് പറഞ്ഞ ഒരു ലേഡി അവനെയും കൂടെ കൂട്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ. ആ ക്ലെയർ തന്നെയാണ് അവളുടെ അച്ഛന്റെ കൂടെ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്ന് ഇറങ്ങിയിരിക്കുന്നത്. കാരണം ഈ ഐലൻഡ് മേടിച്ചിരിക്കുന്നത് അവളുടെ അച്ഛനാണ്. സോ ഇനി ഇവിടെ ടൂറിസവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പോവാണ്. ഇതേ നേരം തന്നെ ആന്റി മാർക്ക് രണ്ടുപേരും ഇപ്പോൾ അങ്കിളുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. അവിടെ തന്നെ ഈ ഐലൻഡിന്റെ ഒരു ഭൂപടം ഉണ്ടായിരുന്നു. സോ ആ ഐലൻഡിന്റെ ഒരു ഭാഗത്തായിട്ട് എന്തോ ഒരു വെറ്റ് ഫോറസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ഏരിയ ഉണ്ട്. ആ ഏരിയയിലേക്ക് ഒരു കാരണവശാലും നിങ്ങൾ പോകാൻ പാടില്ല എന്ന് അങ്കിൾ പറയണം. എന്നാൽ പോകാൻ പാടില്ല എന്ന് പറയുമ്പോൾ പോകാനായിട്ടുള്ള ഒരു ത്വര, ഒരു ക്യൂരിയോസിറ്റി ഉള്ളിൽ ഉണ്ടാവുമല്ലോ. അങ്ങനെയാണെങ്കിൽ അവിടെ എന്താ ഉള്ളത് ഇതറിയാനായിട്ടുള്ള ഒരു ത്വര ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആന്റിയുടെ ഉള്ളിൽ തോന്നുന്നുണ്ട്. ഇതിനുശേഷം അങ്കിളിന്റെ കൂടെ ഇരുന്നുകൊണ്ട് ഇവരിങ്ങനെ ചീട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ആന്റി അവിടെ ഒരുപാട് മദ്യത്തിന്റെ കുപ്പികൾ കാണുന്നത്. അത് കണ്ടപ്പോൾ തന്നെ അങ്കിൾ നല്ല കീറലാന്ന് മനസ്സിലായിട്ടുണ്ട്. എന്നാൽ ഓരോ കുപ്പിയുടെ ഉള്ളിലായിട്ടും എന്തൊക്കെയോ ലെറ്റർ ഇങ്ങനെ ചുരുട്ടി വെച്ചതുപോലെ കാണാണ്. ഇതെന്താണെന്ന് ചോദിച്ചപ്പോൾ അങ്കിൾ പറയാണ്, ഞാനിങ്ങനെ കാലിയാക്കുന്ന ഓരോ കുപ്പികൾ അതെന്ത് ചെയ്യാനാ? അങ്ങനെയാണ് ഞാൻ ഇങ്ങനെ ഒരു ആശയത്തിലെത്തുന്നത്. അതായത് ഈ കടലിൽ പെട്ടുപോയ ആൾക്കാരുണ്ടല്ലോ, അവർ ഇതുപോലെയുള്ള ബോട്ടിൽ എന്തെങ്കിലും ഒരു മെസ്സേജ് എഴുതിയിട്ട് ആ ഒരു ബോട്ടിൽ നന്നായിട്ട് ക്ലോസ് ചെയ്ത് കടലിലേക്ക് എറിയും. ആർക്കെങ്കിലും ആ ഒരു ബോട്ടിൽ കിട്ടുകയാണെങ്കിൽ ആ മെസ്സേജും അവർക്ക് കിട്ടുമല്ലോ. അപ്പൊ ചുമ്മാ ആ രീതിയിൽ ഞാനൊരു ക്രാഫ്റ്റ് ഉണ്ടാക്കിയതാണ്. എന്നാൽ അങ്കിൾ ഈ ചെയ്ത കാര്യമൊക്കെ ഒരു പ്രാന്ത് പോലെ തോന്നുകയാണ് ആർക്ക്? നമ്മുടെ ആന്റിക്ക്. മാത്രമല്ല ആന്റി വിചാരിച്ചതുപോലെ തന്നെ അവന്റെ അങ്കിള് നന്നായിട്ട് മദ്യപിക്കുക കേട്ടോ. ഈ സമയത്ത് അങ്കിളിന്റെ അടുത്തേക്ക് ആന്റി ചെന്നിട്ട് ഒരു കാര്യം ചോദിക്കുന്നുണ്ട്, അങ്കിളെ നിങ്ങളും അതുപോലെ തന്നെ എന്റെ അച്ഛനും ഒരു സാധാരണക്കാരനെ പോലെയാണ് ജീവിക്കുന്നത്, പക്ഷെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു ഐലൻഡ് വരെയുണ്ട്. ഇത്രയും വലിയൊരു ഭൂസ്വത്ത് നമ്മുടെ കുടുംബത്തിനുണ്ടായിട്ടും എന്താ സംഭവിച്ചത്? കുടിച്ച് നിങ്ങളത് ഇല്ലാണ്ടാക്കിയതാണോ? ഇപ്പൊ അങ്കിള് പറയണത്, മോനെ നീ വിചാരിക്കുന്നതിനേക്കാളൊക്കെ സമ്പത്ത് ഞങ്ങളുടെ കുടുംബത്തിനുണ്ട്, എന്നാൽ അത് ഇല്ലാത്ത പോലെയാണ്. ഇത് കേട്ടപ്പോൾ ആന്റിക്ക് ഒന്നും തിരിയുന്നില്ല. അങ്കിളെ മനസ്സിലാവുന്ന രീതിയിൽ പറ. അത് പിന്നെ നിങ്ങളുടെയൊക്കെ അപ്പൂപ്പനുണ്ടല്ലോ, മൂപ്പര് ഭയങ്കര റിച്ച് ആയിരുന്നടാ, നല്ല കാശുണ്ടാക്കിയിരുന്നു. പക്ഷെ ഈ സമ്പത്തൊക്കെ ആയിട്ട് ഒരു ദിവസം പോകുന്ന സമയത്ത് അപ്പൂപ്പന്റെ ബോട്ട് പെട്ടെന്ന് അങ്ങോട്ട് ആക്സിഡന്റ് ആയി. ആ ഒരു സമ്പത്തെല്ലാം എവിടെയോ മിസ്സായി പോയി. അപ്പൊ അത് കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾ ശ്രമിച്ചില്ലേ എന്ന് അങ്കിളിനോട് അവൻ ചോദിച്ച സമയത്ത് അങ്കിൾ പറയണ, അതൊന്നും നടക്കുന്നില്ലടാ, കുറച്ചൊക്കെ നോക്കി പിന്നെ ഞങ്ങളൊക്കെ ആകെ മടുത്തു പോയി. അതെന്താ നോക്കാത്തേന്ന് പറഞ്ഞപ്പോൾ അങ്കിൾ പറയണ, എനിക്കിനി താല്പര്യമില്ല. അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കുകയാണ്. അവസാനം ദേഷ്യം വന്നപ്പോൾ ആന്റി അവിടുത്തെ കാട്ടിലേക്ക് ഒരൊറ്റ ഓട്ടം വെച്ച് കൊടുക്കണം. ഇത് കണ്ട് അങ്കിൾ ആകെ ഞെട്ടിപ്പോവാണ്. മാർക്കോയുടെ അടുത്തേക്ക് വന്നിട്ട്, എടാ ഇതെന്താ നിന്റെ ചേട്ടൻ ഇങ്ങനെ ചോദിച്ചപ്പോ മാർക്ക് പറയണ, ചേട്ടൻ അങ്ങനെയാണ്, ദേഷ്യം സങ്കടമൊക്കെ വന്നാൽ പെട്ടെന്ന് ഒരൊറ്റ ഓട്ടാണ്. അതൊക്കെ പോട്ടെ അങ്കിള്, ശരിക്കും അപ്പൂപ്പൻ ഭയങ്കര റിച്ച് ആയിരുന്നു ചോദിക്കണം. ആടാ നിന്റെ അപ്പ ഭയങ്കര റിച്ച് ആയിരുന്നു. ഈ 2ാം ലോക മഹായുദ്ധം ഉണ്ടല്ലോ, ഇതൊക്കെ നടക്കുന്ന സമയത്ത് രഹസ്യമായിട്ടുള്ള പല സന്ദേശങ്ങളും ആർക്കും ബ്രേക്ക് ചെയ്യാൻ പറ്റാത്ത പല കോഡുകളും വളരെ ഈസി ആയിട്ട് എന്റെ അച്ഛൻ ഡീകോഡ് ചെയ്യായിരുന്നു. അങ്ങനെ ഒരു ജോലിയായിരുന്നു നിങ്ങളുടെ അപ്പൂപ്പന്. അതുപോലെ തന്നെ എനിക്കും നിന്റെ അച്ഛനും അപ്പൂപ്പന് ഇടയ്ക്കിടയ്ക്ക് ഓരോ പസിലുകൾ അയച്ചു തരും. അതായത് ഈ ദ്വീപിലുള്ള ഒരു നിധി കണ്ടുപിടിക്കാം എന്ന രീതിയിൽ ഒരു മാപ്പ് പോലെ. എന്നാൽ ഞങ്ങൾ 2 മണ്ടന്മാര് ചുമ്മാ കുറച്ചു നേരം അത് നോക്കിയേക്കും, ഞങ്ങൾക്കൊന്നും മനസ്സിലാവില്ല, അതിന്റെ പിന്നാലിട്ട് നമ്മൾ പോവാറുമില്ല. ഇതേ സമയത്ത് തന്നെ ആ വീട്ടിലുണ്ടായിരുന്ന ഒരു പസിൽ ഉണ്ട്, അതൊരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ മാർക്ക് കണ്ട് ക്ലിയർ ചെയ്യാണ്. ഇത് കണ്ട് അങ്കിൾ ട്രിമർ ആകെ ഞെട്ടിപ്പോകുന്നുണ്ട്. കഴിഞ്ഞ 10 വർഷമായിട്ട് ഇയാൾ ഇതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇയാൾക്ക് പറ്റാത്ത കാര്യം ചെറുക്കൻ 3 മിനിറ്റ് കൊണ്ട് ചെയ്തിരിക്കുകയാണ്. ഇതെന്താ സംഭവം? അതായത് അപ്പൂപ്പന്റെ ആ ഒരു ടാലന്റ് 2 മക്കൾക്കും കിട്ടിയിട്ടില്ല, പക്ഷെ പേരക്കുട്ടിയായിട്ടുള്ള മാർക്കിന് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ മാർക്ക് പറയുന്നുണ്ട്, അങ്കിളെ ഈ ട്രഷർ ഹണ്ടിങ് അതുപോലെ തന്നെ പസിൽ സോൾവിംഗ് എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഇതേ നേരം തന്നെ അങ്കിളിനോടുള്ള ആ ഒരു ദേഷ്യം കാരണം ആന്റി കാട്ടിലേക്ക് ഓടിപ്പോയില്ലേ, നേരെ പോയത് അങ്കിള് പോകാൻ പാടില്ല എന്ന് പറഞ്ഞ കാടിന്റെ ആ ഒരു ഭാഗത്തേക്കായിരുന്നു. ഇപ്പൊ ഏകദേശം അതിന്റെ ആ ഒരു ബോർഡറിൽ എത്തിയിട്ടുണ്ട്. ബോർഡറിൽ എത്തിയപ്പോൾ അങ്ങോട്ടേക്ക് പോണോ വേണ്ടയോ എന്നുള്ള ഒരു സംശയമായി, ഒരു എക്കച്ചക്ക എന്നൊക്കെ പറയില്ലേ. പിന്നെ തീരുമാനിച്ചു
വിചാരിച്ചു ആ പോയി കളയാം, ഇതിന്റെ ഉള്ളിൽ എന്താണെന്ന് ഒന്നും അറിയണമല്ലോ. അങ്ങനെ അതിന്റെ ഉള്ളിലേക്ക് പോയി അല്പനേരം കൊണ്ട് അവന്റെ തലയിൽ ഒരു ഗണ്ണ് വന്ന് നിൽക്കുന്നുണ്ട്. മര്യാദക്ക് അവിടെ മുട്ടുകുത്തി നിൽക്കാൻ പറയാണ്. പേടിച്ചു പോയ ആന്റി ആണെങ്കിൽ മുട്ടുകുത്തി അവിടെ നിൽക്കുന്നുണ്ട്. ഇപ്പൊ അവനോട് ആ ഗണ്ണ് വെച്ച ആൾക്കാർ പറയാണ്, ഇനി എങ്ങാനും ഈ കാടിന്റെ ഈ ഭാഗത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിന്റെ അച്ഛനും അതുപോലെ തന്നെ നിന്റെ വലിയച്ഛനും പറ്റാത്ത കാര്യം ആ ഒരു നിധി അത് തേടിക്കൊണ്ട് ഇനി എങ്ങാനും ഇങ്ങോട്ടേക്ക് വന്നാൽ തട്ടിക്കളയും, ഇത് അവസാനത്തെ വാക്കാണ്, ഇനി ഒരു ചാൻസ് നിനക്ക് തരില്ല. ഇതും പറഞ്ഞിട്ട് അവന്റെ തലയിലേക്ക് ഒരു തുണി മൂടി കെട്ടി എവിടുന്നാണോ അവൻ വന്നത്, അതായത് അങ്കിൾ ഉണ്ടല്ലോ, അങ്കിളുടെ വീട്ടിൽ തന്നെ അവനെ കൊണ്ടാക്കുകയാണ്. ആ സമയത്താണ് അവനൊന്ന് ആശ്വാസമായത്. എന്തായാലും മുഖത്തിലെ ആ ഒരു തുണിയെല്ലാം മാറ്റി അവൻ ആ ഒരു വീട്ടിന്റെ ഉള്ളിലേക്ക് ഓടുകയാണ്. നേരെ അനിയനായിട്ടുള്ള മാർക്കിന്റെ റൂമിലേക്ക് ചെന്ന് കയറുന്നുണ്ട്. നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇപ്പൊ മാർക്ക് പറയണ ആടാ ഈ ദ്വീപില് വലിയൊരു നിധിയുണ്ട്, നമ്മുടെ അപ്പൂപ്പനാണ് ആ ഒരു നിധി ഒളിപ്പിച്ചത്, ഒരുപാട് മില്യൺസ് ഓഫ് ഡോളേഴ്സിന്റെ എന്തോ സ്വർണ്ണ കാര്യങ്ങളായിട്ടാണ്. ഇതിങ്ങനെ മാർക്ക് പറഞ്ഞ സമയത്ത് എന്താ നീ എന്താ പറഞ്ഞത്, ഇതൊക്കെ സത്യമാണോ? ആ നമ്മുടെ വലിയ കാര്യമൊക്കെ പറഞ്ഞാണ്. അങ്ങനെ തൊട്ടും തൊടാതെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അവന്റെ മേത്തുള്ള ആ ഒരു പുതപ്പ് മാറ്റിയിട്ട് നീ എഴുന്നേറ്റ് വിശദമായിട്ട് പറയടാന്ന് പറയണം. എന്നാൽ പുതപ്പ് മാറ്റിയപ്പോ ആന്റി ആകെ ഞെട്ടിപ്പോയി. അവൻ ഇപ്പോഴും ആ ഒരു ലൈഫ് ജാക്കറ്റ് ഇട്ടിട്ടുണ്ട്. അമ്മ വിടുമ്പോ തന്നെ പറഞ്ഞായിരുന്നു മോനെ ഒരു കാരണവശാലും ഇത് മേത്തുനിന്ന് ഊരരുതെന്ന്. എന്തൊരു അനുസരണമുള്ള മോനാലേ, വല്ലാത്തൊരു ചെറുക്കൻ തന്നെ. ഇപ്പോ ആന്റി ഈ കാര്യം ചോദിച്ചപ്പോൾ മാർക്ക് ഇതേ കാര്യം തന്നെ പറയണം. അമ്മയെ എനിക്ക് നിഷേധിക്കാൻ പറ്റില്ല. പിന്നീട് എന്താണോ അങ്കിള് മാർക്കിനോട് പറഞ്ഞത് ആ കാര്യം അതുപോലെ പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് അപ്പൂപ്പൻ ഈ ദ്വീപിൽ എവിടെയോ ആയിട്ട് ഒരു നിധി ഒളിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ഒരു മാപ്പും കാര്യങ്ങളൊക്കെ ഇവർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിലും ഇവർക്ക് അത് ഉപയോഗിച്ച് ആ നിധിയിലേക്ക് ഇന്നേ വരെ എത്താൻ പറ്റിയിട്ടില്ല. കുറെ കാലം ആ ഒരു നിധി തേടി തേടി മടുത്തു പോയിട്ടുണ്ട് നമ്മുടെ അച്ഛനും അതുപോലെ തന്നെ അങ്കിളും. എന്നാൽ വ്യക്തമായിട്ട് ആ ഒരു നിധിയിലേക്ക് എത്താൻ ആവശ്യമായിട്ടുള്ള ഒരു ക്ലൂ ഇതുവരെയായിട്ടും ഇവർക്ക് കിട്ടിയിട്ടില്ല. പിന്നീട് അങ്കിള് പറഞ്ഞ ഓരോ അല്ലറ ചില്ലറ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മാർക്ക് കിടന്നുറങ്ങാണ്. എന്നാൽ ഇതിന് ശേഷം നമ്മുടെ ആന്റിക്ക് ഉറക്കം കിട്ടുന്നില്ല. പെട്ടെന്നാണ് അവന്റെ മൈൻഡിലേക്ക് ഒരു കാര്യം വന്നത്. അതായത് അന്ന് നാട് വിടാൻ നോക്കിയപ്പോൾ അച്ഛന്റെ ഒരു പഴയ വാച്ച് കണ്ടായിരുന്നല്ലോ, കുറച്ച് ഡിഫറെന്റ് ആയിട്ട് തോന്നിയത് കൊണ്ട് തന്നെ അവൻ അത് എടുത്ത് ബാഗിലിട്ടായിരുന്നു. പെട്ടെന്ന് തന്നെ ആ വാച്ച് എടുത്ത് നോക്കുന്നുണ്ട്. ഒരു മെഴുകുതിരി എല്ലാം കത്തിച്ച് അതിന്റെ ആ ഒരു അരണ്ട വെളിച്ചത്തിൽ അവനത് തുറന്നു നോക്കുമ്പോൾ അതിന്റെ ഉള്ളിൽ എന്തോ ഒന്ന് എഴുതിയിട്ടുണ്ട്. ബേസിക്കലി പറയുകയാണെങ്കിൽ അതൊരു പസിലാണ്. ആ പസിലിന്റെ ഒരു ഘട്ടത്തിൽ ഗിഫ്റ്റ് ഓഫ് ടൈം എന്ന് എഴുതിയിട്ടുണ്ട്. അതേ നേരം അവിടെ ഉണ്ടായിരുന്ന ഒരു പഴയ ക്ലോക്ക് അത് ബെല്ലടിക്കാൻ തുടങ്ങുകയാണ്. ഇനി ഈ ക്ലോക്കിന്റെ ഉള്ളിലെങ്ങാനും ഇനി അടുത്ത സൂചന ഉണ്ടാവോ എന്ന് കരുതിയിട്ട് പതി അവൻ അതിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ പെട്ടെന്നൊരു വിളി കേൾക്കണം. ആരാടത്? ആ വിളി കേട്ടപാട് തന്നെ അവനങ്ങ് ഞെട്ടിപ്പോവാണ്. തിരിഞ്ഞു നോക്കിയപ്പോൾ അത് അങ്കിളായിരുന്നു. അങ്കിളും ഇതാരാണെന്ന് മനസ്സിലാവിട്ടാണ് ചോദിച്ചത്. ആ ആന്റി നീയാണോ? നീ എന്താണോ ഉറങ്ങാത്തത്? പോയി കിടന്നുറങ്ങ്. ശരി അങ്കിളെന്ന് പറഞ്ഞിട്ട് അവനും പോയി കിടന്നുറങ്ങുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട്. അങ്കിൾ പിടിച്ച മീനും കാര്യങ്ങളൊക്കെ വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവര് രണ്ടുപേരും. ഇതേ നേരം തന്നെ കുറച്ച് അപ്പുറത്തായിട്ട് ഒരു ബിക്കിനി എല്ലാം ഇട്ട് നിൽക്കുന്ന നമ്മുടെ ഹീറോയിന് അതായത് ക്ലെയർ ഉണ്ട്. ഇവരെ കണ്ട സമയത്ത് ക്ലെയർ ഇങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് വന്നിട്ട് ഭയങ്കരമായിട്ട് അവൾക്ക് ബോറടിക്കുന്നുണ്ട്. അപ്പൊ ഈ ഐലൻഡ് മുഴുവൻ ചുറ്റി കാണാനായിട്ട് എന്റെ കൂടെ ഒന്ന് വരുമെന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും ക്ലെയറിന്റെ കൂടെ പോവാണ്. ഓൾറെഡി നല്ല ഭംഗിയുള്ള ഒരു ടൂറിസ്റ്റ് സ്പോട്ട് ആയിട്ടുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ കുറച്ച് കടകളും അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ ആയിട്ട് ഭയങ്കര രസമാണ്. അപ്പൊ അവരതിലൂടെ ചുറ്റി നടക്കുന്നുണ്ട്. ഇതേ നേരം തന്നെ ഈ അങ്കിൾ ഉണ്ടല്ലോ, ഈ അങ്കിളിന്റെ കയ്യിൽ നിന്നും ക്ലെയറിന്റെ അച്ഛൻ ഈ ഐലൻഡ് മേടിച്ചില്ലേ, അപ്പൊ ഈ ഐലൻഡിൽ ചില മാറ്റങ്ങളൊക്കെ ഞാൻ വരുത്താൻ പോവാന്ന് പറഞ്ഞിട്ട് അതിനെക്കുറിച്ച് അങ്കിളിനോട് ക്ലെയറിന്റെ അച്ഛൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അങ്കിളിനോട് ക്ലെയറിന്റെ അച്ഛൻ ഇതൊക്കെ സംസാരിക്കാനുള്ള കാരണം എന്താ വെച്ചാൽ ഇയാൾ 2 മാസം കഴിഞ്ഞിട്ട് ഇവിടുന്ന് ഒഴിഞ്ഞു പോകുള്ളൂ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ 1 മാസം കൊണ്ട് തന്നെ നിങ്ങൾ പോകണം, എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു വർക്കുകൾ തുടങ്ങാൻ പറ്റുള്ളൂ. ഇപ്പൊ ദേഷ്യം വന്ന അങ്കിളാണെങ്കിൽ കയ്യിലുണ്ടായിരുന്ന മീൻ ടേബിളിലേക്ക് ഒരു ഏറ്റ ഏറ് പറഞ്ഞിട്ട് പറയാണ്, 2 മാസം ഇത് വാൾട്ടൻ ഐലൻഡ് തന്നെയായിരിക്കും, അത് കഴിഞ്ഞ് നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നാൽ മതി, ഡീൽ എപ്പോഴും ഡീലായിരിക്കണം. ഇത് കേട്ടപ്പോൾ ദേഷ്യം വന്ന് ക്ലെയറിന്റെ അച്ഛൻ പുറത്തേക്ക് പോകുന്നുണ്ട്. ഇതേ നേരം തന്നെ നമ്മുടെ 3 പിള്ളേര് അതായത് ക്ലെയർ, ആന്റിയുടെ അനിയനായിട്ടുള്ള മാർക്ക്, ഇവർ 3 പേരും ആ ഒരു ഐലൻഡ് മുഴുവൻ സൈക്കിളിൽ അങ്ങനെ ചുറ്റി നടന്ന് കാണുകയാണ്. അപ്പോൾ ഈ പോകാൻ പാടില്ല എന്ന് പറഞ്ഞ ആ ഒരു ഫോറസ്റ്റ് ഉണ്ടല്ലോ അതിന്റെ ബോർഡറിലായിട്ട് ഒരു 9 കുരിശുകൾ അങ്ങനെ കുത്തി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് കണ്ടപാട് തന്നെ ആന്റി ചോദിക്കുകയാണ്, അല്ല ഇതെന്താ ആരെങ്കിലും ഇവിടെ കുഴിച്ചിട്ടുണ്ടോ, ഇതൊരു കുഴിമാടാണോ എന്ന് ചോദിച്ചപ്പോൾ ക്ലെയർ പറയണ ഏയ് കുഴിമാടൊന്നുമല്ല, ഈ കാട്ടിലേക്ക് പോയ ഒരു 9 പേരെ കാണാതായിട്ടുണ്ട്. അപ്പൊ അവരുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് കുരിശ് ഇതുപോലെ ഇവിടെ വെച്ചിരിക്കുന്നത്. അതുപോലെ ഈ നാട്ടുകാർ പറയുന്നത് കാടിന്റെ ഈ ഭാഗത്തായിട്ട് അമാനുഷികമായ പല ശക്തികളുണ്ട്, ആത്മാക്കളുണ്ട് എന്നൊക്കെയാ. അപ്പോ ഇതിന്റെ ഉള്ളിലേക്ക് പോകുന്ന ആൾക്കാർക്കുള്ള ഒരു വാണിംഗ് കൂടിയാണ് ഈ കുരിശ്. ഇത് കേട്ടപാട് എന്നെ മാർക്ക് പറയാണ്, എനിക്ക് ഇമാതിരി കഥയിലൊന്നും യാതൊരു വിശ്വാസവും, ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് ആ കാട്ടിന്റെ ഉള്ളിലേക്ക് അവൻ കയറുകയാണ്. ക്ലെയർ കുറെ വിളിച്ചെങ്കിലും അവൻ നിൽക്കുന്നില്ല കേട്ടോ. ഇതേ സമയത്ത് തന്നെ ആന്റിയും പറയുന്നുണ്ട്, ക്ലെയർ നീ എന്താ ഈ പറയുന്നത്, അമാനുഷികമായ ശക്തിയോ, ഇതൊക്കെ ആരെങ്കിലും വിശ്വസിക്കോ, ഇത് ഏതാണ് കാലഘട്ടം? ക്ലെയർ പറയാണ്, എനിക്ക് എന്തായാലും ഇതിലൊക്കെ വിശ്വാസമുണ്ട്, അതുപോലെ എനിക്ക് അങ്ങോട്ടേക്ക് വരാൻ പേടിയാണ്, ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് സൈക്കിളുമായിട്ട് അവൾ അവിടുന്ന് പോവാണ്. ഇതിനുശേഷം ആന്റി അവന്റെ സൈക്കിൾ അവിടെ വെച്ച് മാർക്കിനെ വിളിച്ചുകൊണ്ട് ആ ഒരു കാട്ടിലേക്ക് പോകുന്നുണ്ട്. കുറച്ചു ദൂരം കാട്ടിന്റെ ഉള്ളിലേക്ക് മാർക്കിനെയും വിളിച്ചുകൊണ്ട് അവൻ അങ്ങനെ കയറി പോയിപ്പോ. എന്നാൽ വിളിച്ചിട്ടും മാർക്ക് കേൾക്കുന്നില്ല. ഈ കള്ളക്കുരിപ്പ് എവിടെ പോയി എന്ന് പറഞ്ഞിട്ട് അതിലൂടെ അങ്ങനെ നടക്കുന്ന സമയത്ത് ടോ എന്ന് പറഞ്ഞിട്ട് അവൻ പെട്ടെന്ന് ചാടി വീഴുകയാണ് കേട്ടോ. അന്ന് ആന്റിയെ പേടിപ്പിക്കാൻ വേണ്ടി വിളിച്ചിരുന്നതായിരുന്നു. എന്തായാലും ഇതിനുശേഷം രണ്ടുപേരും ആ ഒരു കാട് ചെറുതായിട്ടൊന്ന് നടന്ന് കാണുന്നുണ്ട്. ആ സമയത്ത് രണ്ടുപേരും സംസാരിക്കുന്നത് മിക്കവാറും നമ്മുടെ അപ്പൂപ്പന്റെ ആ ഒരു നിധി ഈ കാട്ടിൽ തന്നെയായിരിക്കും, നമുക്കത് എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണടാ. ഇതും പറഞ്ഞു പോകുന്ന സമയത്ത് ആന്റി അവിടെ ഉണ്ടായിരുന്ന ഒരു ട്രാപ്പിലേക്ക് ചെന്ന് വീഴാണ്. ഒരു കുഴി പോലെയുള്ള ഒരു സ്ഥലമായിരുന്നു. താഴേക്ക് വീണ് നോക്കുമ്പോൾ ഒരുപാടധികം മസ്തികൂടങ്ങൾ അവിടെ ഉണ്ട്. കണ്ടപ്പോ തന്നെ പേടിച്ച് അവന്റെ കിളി പോകുന്നുണ്ട്. ഇതേ നേരം തന്നെ മാർക്ക് മുകളിൽ നിന്ന് ചോദിക്കാണ്, ചേട്ടാ ഞാൻ എന്താ ചെയ്യേണ്ടേ? കുറച്ച് ദേഷ്യത്തിൽ ആന്റി
ആന്റി ഇപ്പോൾ പെട്ടെന്ന് പോയിട്ട് അങ്കിളിനോട് കാര്യങ്ങൾ പറയടാ, പോയി കൂട്ടിയിട്ട് വാന്ന് പറയണം. സോ വേഗം തന്നെ മാർക്ക് പുറത്തേക്ക് പോയിട്ട് സൈക്കിളുമായിട്ട് അങ്കിളിനെ കൂട്ടാൻ പോയിട്ടുണ്ട്. ഇതേ നേരം തന്നെ കാട്ടിൽ ആരൊരാൾ മറിഞ്ഞിരുന്നുകൊണ്ട് ഇവരെ നിരീക്ഷിക്കുന്നുണ്ട്. ഒരാളാണോ അല്ലെങ്കിൽ ഒരു കൂട്ടാളാണോ അല്ലെങ്കിൽ നേരത്തെ ക്ലെയർ പറഞ്ഞതുപോലെ ആത്മാക്കളാണോ എന്നൊന്നും അറിയില്ല. അധികം വൈകാതെ അങ്കിൾ അങ്ങോട്ടേക്ക് വരികയാണ്. ആ ഒരു കുഴിയിൽ നിന്ന് നമ്മുടെ ആന്റിയെ രക്ഷപ്പെടുത്തുന്നുണ്ട്. അപ്പൊ തന്നെ ചീത്തയും പറയാണ്, എന്തിന്റെ കഴപ്പിനാണ് ഇങ്ങോട്ടേക്ക് വന്നത്? ഞാൻ പറഞ്ഞതല്ലേ ഈ കാട്ടിലേക്ക് വരാൻ പാടില്ല എന്ന്. ഒരുപാട് പേരുടെ ജീവൻ പോയിട്ടുണ്ട്. നാട്ടുകാർ പറഞ്ഞു നടക്കുന്ന കഥയൊന്നും അത് വെറും കഥകളല്ല, അതിൽ കുറേയൊക്കെ സത്യങ്ങളുണ്ട്. അതൊക്കെ പോട്ടെ, എന്തിനാണ് നിങ്ങൾ ആ ഒരു ഫോറസ്റ്റിലേക്ക് പോയത്? ഈ സമയത്ത് ആന്റി പറയണം, ഞങ്ങൾ അപ്പൂപ്പന്റെ ആ ഒരു നിധി തേടി പോയതാണ്. നിധിയോ? അങ്ങനെയൊന്നുമില്ല മക്കളെ, അത് ഫേക്കാണ്, പറഞ്ഞുണ്ടാക്കിയ വെറും ഒരു കള്ളം. അങ്ങനെയൊന്നും ഇല്ലാന്ന് തന്നെ പറയണം. കാരണം ആ ഒരു നിധിയുടെ പിന്നാലെ നടന്ന് തളർന്ന ആൾക്കാരാണ് ഈ ട്രിമറും അതുപോലെ തന്നെ നമ്മുടെ ആന്റിയുടെ അച്ഛനും. അങ്ങനെ 1-2 ദിവസം വീണ്ടും കഴിഞ്ഞു പോവാണ്. പിന്നീട് ഒരു ദിവസം ഈ ആന്റിയെ കാണാനായിട്ട് ക്ലെയറിന്റെ അച്ഛൻ പീറ്റർ വരികയാണ്. പീറ്റർ ആണല്ലോ ഈ ഒരു ഐലൻഡ് മേടിച്ച ആള്. ഇയാൾ വന്നിട്ട് നമ്മുടെ ആന്റിയെ ഇയാളുടെ വീട്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. വീട് എന്ന് പറഞ്ഞാൽ അത് ആദ്യം ഈ ആന്റിയുടെ മുത്തശ്ശന്റെ വീടായിരുന്നു. പീറ്റർ ഇൻവൈറ്റ് ചെയ്തപ്പോൾ തന്നെ അങ്ങോട്ടേക്ക് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. നേരെ അങ്ങോട്ടേക്ക് ചെന്ന് നോക്കുമ്പോൾ വലിയ വീട്. ഇതൊക്കെ അവന്റെ അപ്പൂപ്പന്റെ ആണെന്ന് ഓർക്കുന്ന സമയത്ത് അവന് ഭയങ്കരമായിട്ടൊരു നഷ്ടബോധം തോന്നുകയാണ്. പിന്നീട് വീട്ടിന്റെ ഉള്ളിലേക്ക് വന്ന് നോക്കുമ്പോൾ തന്നെ വലിയൊരു ക്ലോക്ക് കാണുന്നുണ്ട്. അത് കണ്ടപ്പോൾ തന്നെ അവന് തോന്നുന്നത് മിക്കവാറും ഇതിന്റെ ഉള്ളിലായിരിക്കും ആ ഒരു ക്ലൂ ഉണ്ടാവുക. ഇതും വിചാരിച്ച് അതിന്റെ അടുത്തേക്ക് അവൻ പോകാൻ നിൽക്കുമ്പോൾ തന്നെ അങ്ങോട്ടേക്ക് പീറ്റർ വരികയാണ്. പീറ്റർ വന്നിട്ട് അവനുള്ളിലേക്ക് കൊണ്ടുപോയിട്ട് അവനോട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. എന്താണ് മോനെ, നിന്റെ അപ്പൂപ്പന്റെ ആ ഒരു നിധി, അതിനെക്കുറിച്ചുള്ള എന്തെങ്കിലും ഒരു ക്ലൂ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? ശരിക്കും അതിനെക്കുറിച്ച് അറിയാനാണ് പീറ്റർ ഇങ്ങോട്ടേക്ക് അവന് വിളിച്ചു വരുത്തിയത്. എന്നാൽ നിലവിൽ യാതൊന്നും കിട്ടിയിട്ടില്ല എന്ന് ആന്റി പറയണം. ഈ സമയത്ത് പീറ്റർ പറയുന്നുണ്ട്, മോനെ നിങ്ങൾക്ക് 2 മാസം സമയമുണ്ട്. അതിനുള്ളിൽ ആ ഒരു നിധി നിങ്ങൾ തേടി കണ്ടുപിടിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്കുള്ളതാണ്. അതിനുശേഷം ഈ ദ്വീപിലുള്ള യാതൊരു സാധനവും നിങ്ങൾക്ക് അവകാശപ്പെട്ടതായിരിക്കില്ല. പിന്നെ വേറൊരു കാര്യം, പറയുന്നത് പോലെ സത്യമാണെങ്കിൽ ആ നിധി അത് കോടിക്കണക്കിന് രൂപ മൂല്യമുള്ളതാണ്. അങ്ങനെ പീറ്ററുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഇപ്പൊ പീറ്ററിന്റെ മകളായിട്ടുള്ള ക്ലെയർ അങ്ങോട്ടേക്ക് വന്നു. ഫ്രണ്ട്സ് ആണല്ലോ ഇവർ രണ്ടുപേരും. ആന്റി ഇപ്പോൾ ക്ലെയറിന്റെ കൂടെ മുകളിലേക്ക് പോവാണ്. ക്ലെയർ നേരെ ആ വീട്ടിലെ പഴയ വീടാണല്ലോ, ഇവിടെ തന്നെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു മുറി ഉണ്ട് അവൾക്ക്. അങ്ങോട്ടേക്ക് നമ്മുടെ ആന്റിയെ കൊണ്ടുപോവാണ്. അവിടെ തന്നെ പഴയ ഒരു പിയാനോ ഉണ്ടായിരുന്നു. അതങ്ങനെ അവൾ വായിക്കുന്നുണ്ട്. ഇതേ സമയത്ത് ആ ഒരു മുറി അങ്ങനെ ആന്റി ചുറ്റി നടന്ന് കാണുകയാണ്. ആ നേരം വ്യത്യസ്തമായിട്ടുള്ള ഒരു മെഷീൻ ഒരു ചില്ലുകൂട്ടിൽ വെച്ചതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ക്ലെയർ വന്നിട്ട് അതെന്താണെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. വേൾഡ് വാർ 2 സമയത്ത് ഇവന്റെ തന്നെ മുത്തശ്ശൻ ഉപയോഗിച്ച ഒരു മെഷീനാണിത്. അതായത് ശത്രുക്കളുടെ സീക്രട്ട് ആയിട്ടുള്ള പല കോഡുകളും അത് ബ്രേക്ക് ചെയ്യാനായിട്ട് നിന്റെ അപ്പൂപ്പൻ ഉപയോഗിച്ച ഒരു മെഷീനാണിത്. എന്നാൽ ആ ഒരു ചില്ലുകൂട്ടിൽ തൊട്ട വാർഡിന് ആ ഒരു മെഷീൻ ഒറ്റയടിക്ക് താഴേക്ക് പോകുന്നുണ്ട്. അതായത് ഇതിന്റേതായ ആ ഒരു താക്കോലില്ലാതെ ഒരു കാരണവശാലും ഈ മെഷീൻ എടുക്കാൻ പറ്റില്ല. ആ താക്കോലുള്ളത് എന്റെ അച്ഛന്റെ കയ്യിലാണ്. പിന്നീട് ആന്റി ഇപ്പോൾ ക്ലെയറിനോട് സംസാരിച്ച് നേരെ പുറത്തേക്ക് പോകുന്നുണ്ട്. അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു കാര്യം ആന്റി അറിയുന്നുണ്ട്. അതായത് ഇവരുടെയൊക്കെ അങ്കിൾ ഉണ്ടല്ലോ ട്രിമറിന്റെ കയ്യിൽ നിന്നും കാശ് കൊടുത്തല്ല പീറ്റർ ഈ ഒരു ഐലൻഡ് മേടിച്ചിരിക്കുന്നത്. ചീട്ട് കളിച്ച് തോൽപ്പിച്ചിട്ടാണ് ഈ ഐലൻഡ് മേടിച്ചത്. അതായത് ഒട്ടും ന്യായമായിട്ടല്ല ഇവരുടെ കയ്യിൽ നിന്നും ഈ ഒരു ഐലൻഡ് ഇവർക്ക് നഷ്ടമായത്. അങ്ങനെ ഏകദേശം സന്ധ്യാസമയമായിട്ടുണ്ട്. ഈ സമയത്ത് അങ്കിളിനെ ഒരാൾ വിളിക്കുകയാണ്. മറ്റാരുമല്ല, ആന്റിയുടെ അച്ഛൻ തന്നെയാണ്. ഇപ്പൊ ആന്റിയുടെ അച്ഛൻ അങ്കിൾ ട്രിമറിനോട് ഒരു കാര്യം ചോദിക്കുന്നുണ്ട്, എന്തായി, കുട്ടികളോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞോ? ഇപ്പൊ അങ്കിൾ ട്രിമർ പറയാണ്, ഇല്ല, പൂർണ്ണമായിട്ടും എല്ലാം പറഞ്ഞിട്ടില്ല, എന്തായാലും സമയമുണ്ടല്ലോ. ഇത് കേട്ടപ്പോ ആന്റിയുടെ അച്ഛന് ദേഷ്യം വരികയാണ്. നീ അപ്പൊ അവിടെ എന്ത് ചെയ്യാണ്? പിള്ളേരോട് വേഗം കാര്യങ്ങളൊക്കെ പറ. ഇത് പറഞ്ഞ് ചൂടായ സമയത്ത് ട്രിമറിനും ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ്. നീ ഒന്ന് ഫോൺ വെച്ചെന്ന് പറഞ്ഞിട്ട് ഫോൺ വേഗം കട്ട് ചെയ്ത് കളയാണ്. ഇതേ നേരം തന്നെ പീറ്ററിന്റെ വീട്ടിൽ നിന്ന് ഇപ്പോഴാണ് നമ്മുടെ ഈ ആന്റി ഇറങ്ങുന്നത്. അത്യാവശ്യം നല്ല ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. സൈക്കിളിലാണ് അവൻ വരുന്നതും. അതുപോലെ തന്നെ ആ ഒരു ഫോറസ്റ്റ് ഉണ്ടല്ലോ, അതിന്റെ അരികിലൂടെ വേണം അങ്കിളുടെ വീട്ടിലേക്ക് വരാനായിട്ട്. അങ്ങനെ വരുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു മരത്തിന്റെ വീടുണ്ട്. ആ വീടിന്റെ ചുറ്റുമായിട്ട് കുറച്ച് വെളിച്ചവും കാര്യങ്ങളൊക്കെ കാണാണ്. സൂക്ഷിച്ചു നോക്കുമ്പോൾ ചില ആൾക്കാർ റാന്തൽ വിളക്കുമായിട്ട് അവിടെ എന്തോ ഒന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവനിപ്പോ പതിയെ ഒച്ച ഉണ്ടാക്കാണ്ട് അവിടെ എന്താ നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടി പതിയെ ഇങ്ങനെ നോക്കിയപ്പോൾ ആ ആൾക്കാർ ഇവനെ കാണുന്നുണ്ട്. ഇവര് നേരെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അധികം നേരം ആന്റി അവിടെ നിന്നില്ല, വേഗം തന്നെ സൈക്കിളുമായിട്ട് അങ്കിളിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നാൽ അങ്കിൾ വീട്ടിലുണ്ടായിരുന്നില്ല. അങ്കിളിനോട് കാര്യം പറയാൻ വേണ്ടി റൂമിലേക്ക് പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഒരു കാര്യം അവിടെ വെച്ച് ഇപ്പൊ ആന്റി കാണുകയാണ്. അതായത് അവന്റെ അച്ഛന്റെ കയ്യിൽ ഒരു വാച്ച് ഉണ്ടായിരുന്നില്ലേ, അതുപോലെ തന്നെ ഒരു വാച്ച് ഇവിടുത്തെ ടേബിളിൽ. സാധനം എടുത്ത് നോക്കിയപ്പോൾ അത് മറ്റൊന്നാണ്. അതിന്റെ ഉള്ളിൽ എഴുതിയിരിക്കുന്നത് മറ്റൊരു പസിലാണ്. ഇതിപ്പോ എന്താണ്? ഇങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ടേക്ക് അങ്കിള് വരികയാണ്. പെട്ടെന്ന് തന്നെ അവന്റെ കയ്യിൽ നിന്നും ആ ഒരു വാച്ച് തട്ടിപ്പറിച്ചിട്ട്, എന്റെ അച്ഛന്റെ ഓർമ്മയ്ക്കായിട്ട് എനിക്ക് ആകെയുള്ളത് ഈ ഒരു വാച്ച് മാത്രമാണ്, ഒരു കാരണവശാലും ഇത് നീ തൊട്ട് പോരുതെന്ന് പറയുന്നുണ്ട്. ഇതിനുശേഷം എന്തുകൊണ്ടാന്ന് അറിയില്ല അങ്കിള് കുറച്ച് ശോകമായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ അങ്കിളിനോട് ചെന്നിട്ട് ആന്റി പറയാണ്, ഞാൻ ഇതുപോലെ തിരിച്ചു വരുന്ന സമയത്ത് കാട്ടിൽ കുറച്ച് വിളക്കുമായിട്ട് നിൽക്കുന്ന ആൾക്കാരെ കണ്ടായിരുന്നു. അതായത് നമ്മൾ ഒഴികെ ആ കാട്ടിൽ പോയിട്ട് അപ്പൂപ്പന്റെ നിധി ഒരുപാട് ആൾക്കാർ തേടുന്നുണ്ട്. എന്നെ ഇപ്പോഴും അങ്കിള് പറയുന്നത് ആ നിധി അതൊരു നുണക്കഥയാണ്, അങ്ങനെയൊന്നുമില്ല, നീ മര്യാദക്ക് പോയിട്ട് കിടന്നുറങ്ങിക്കെന്ന് പറയാണ്. ഇതേ സമയത്തിന് ആന്റിക്കും ദേഷ്യം വരികയാണ്. എന്നോട് കിടന്നുറങ്ങാനും ആജ്ഞാപിക്കാനും പറയണ നിങ്ങൾ ആരാണ്? എന്റെ അച്ഛനൊന്നും അല്ലല്ലോ. പിന്നെ നിങ്ങൾ കൂടുതലായിട്ട് സംസാരിക്കുന്നു വേണ്ട. കള്ളു കുടിച്ച് ഈ സ്വത്ത് മുഴുവൻ നശിപ്പിച്ചത് നിങ്ങളാണ്, ചൂതാടി. 10 പൈസ പോലും മേടിക്കാതെ ഇത് മുഴുവൻ നഷ്ടപ്പെടുത്തിയത് നിങ്ങളല്ലേ. അതുകൊണ്ട് കൂടുതലായിട്ട് എന്നോട് സംസാരിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ നേരെ ഇപ്പോ മാർക്ക് കിടക്കുന്ന ആ റൂമിലേക്ക് പോകണം. അവിടെ തന്നെയാണ് അവനും കിടക്കുന്നത്. ഇപ്പൊ മാർക്ക് ആന്റിയോട് ഒരു കാര്യം പറയുന്നുണ്ട്, ചേട്ടൻ ആ ഒരു നിധി തേടി പോകുന്നുണ്ടെങ്കിൽ പറ്റുവാണെങ്കിൽ എന്നെയും കൂടെ കൂട്ട്. ചേട്ടൻ അറിയാലോ ഈ പസിലെല്ലാം സോൾവ് ചെയ്യുന്ന കാര്യത്തിൽ എനിക്ക് അത്യാവശ്യം നല്ലൊരു ടാലന്റ് ഉണ്ട്. പിന്നെ ഒരാൾ മാത്രം കഷ്ടപ്പെടുന്നതിൽ നല്ലതല്ലേ, 2 പേര് കൂടി
കൂടിയിട്ട് ഒരു കാര്യം ചെയ്യുന്നത്. അങ്ങനെ ഈ കാര്യത്തിന് ആന്റി ഓക്കെ എന്ന് പറയാണ്. ഇതിനുശേഷം ആന്റി കണ്ടുപിടിച്ച ആ 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. അച്ഛന്റെ ആ ഒരു പഴയ വാച്ച്, അതിന്റെ ഉള്ളിലുണ്ടായിരുന്ന പസിൽ, അതുപോലെ തന്നെ അങ്കിളിന്റെ ആ ഒരു വാച്ച്, അതിന്റെ ഉള്ളിലുണ്ടായിരുന്ന പസിൽ. 2 കാര്യങ്ങളും ഇപ്പോ ഈ മാർക്കിനോട് പറഞ്ഞ സമയത്ത് അറിയാലോ, പസിൽ സോൾവ് ചെയ്യുന്ന കാര്യത്തിൽ ആളൊരു കില്ലാടിയാണ്. കാരണം അങ്കിള് 10 വർഷം ശ്രമിച്ചിട്ടും ചെയ്യാൻ പറ്റാത്ത പസിൽ വെറും 2-3 മിനിറ്റ് കൊണ്ട് തീർത്ത ആളാണ് നമ്മുടെ മാർക്ക്. അപ്പൊ തന്നെ മനസ്സിലാക്കിക്കൂടെ അവന്റെ ആ ഒരു ഇന്റലിജന്റ്, ഈ പസിൽ സോൾവ് ചെയ്യുന്നതിലെ ആ ഒരു ഇന്റലിജൻസ്. അപ്പൊ ആന്റി ഈ കാര്യങ്ങൾ, അതായത് വാച്ചിൽ എഴുതി വെച്ച ആ ഒരു പസിലിനെ കുറിച്ച് പറഞ്ഞപ്പോ തന്നെ അതെന്താണെന്ന് മാർക്കിന് മനസ്സിലായി. അതായത് അച്ഛന്റെ കയ്യിലുള്ള വാച്ചിൽ എഴുതിയിരിക്കുന്നത് രാത്രി 12 മണിയെ സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അങ്കിളിന്റെ വാച്ചിൽ എഴുതിയിരിക്കുന്ന ആ ഒരു പസിൽ അത് സൂചിപ്പിക്കുന്നത് വടക്ക് ഭാഗത്ത് ആകാശത്തിൽ കാണുന്ന ഒരു നക്ഷത്രമാണ്. അതുപോലെ തന്നെ ഈ 2 വാച്ചും ഒരുപോലെയാണ്. അപ്പൊ ഈ 2 പസിലും കൂട്ടി വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ അച്ഛന്റെ വാച്ചിലെ രാത്രി 12 മണി, അതുപോലെ തന്നെ അങ്കിളുടെ വാച്ചിലെ വടക്ക് ഭാഗത്തെ ആകാശത്തിലെ നക്ഷത്രം, അതായത് രാത്രി 12 മണിക്ക് വടക്ക് ഭാഗത്ത് പോയിട്ട് ആ നക്ഷത്രം നോക്കിയിരിക്കുകയാണെങ്കിൽ അടുത്ത ക്ലൂ കിട്ടും. അപ്പൊ 2 പേരും അപ്പൊ തന്നെ സൈക്കിൾ എടുത്തുകൊണ്ട് നേരെ വടക്ക് ഭാഗത്തേക്ക് പോയിട്ട് അവിടെ നിന്ന് ആകാശത്തിലേക്ക് നോക്കി അങ്ങനെ ഇരിക്കുന്നുണ്ട്. നക്ഷത്രമൊക്കെ കാണുന്നുണ്ട്. പക്ഷേ ഇതിൽ നിന്നും എന്താ ഉദ്ദേശിക്കുന്നതെന്ന് 2 പേർക്കും ഒന്നും മനസ്സിലാവുന്നില്ല. കുറെ നേരം അവിടെ നിന്ന് ലാസ്റ്റ് 2 പേരും ഉറങ്ങി പോവാണ്. അങ്ങനെ രാവിലെ ആയപ്പോൾ സൂര്യൻ ഉച്ചയിലടിച്ചപ്പോൾ 2 പേരും എഴുന്നേറ്റ് വീട്ടിലേക്ക് വരികയാണ്. ആ സമയം അത്രയും ഇവരുടെ അങ്കിള് ഇവരെ കാണാതെ ഉറങ്ങാതെ വെയിറ്റ് ചെയ്യായിരുന്നു. ചെറിയൊരു ദേഷ്യത്തിലും കൂടിയാണ് എന്ന് കരുതി ഒരുപാട് അങ്ങോട്ട് ചൂടാവുന്നൊന്നുമില്ല. 2 പേരുടെ കയ്യിൽ നിന്നും സൈക്കിൾ മേടിച്ച് അവിടെ ഉണ്ടായിരുന്ന ഒരു മരത്തിൽ ചങ്ങലയിട്ട് കെട്ടിയിട്ട് ഇനി ഒരിക്കലും നിങ്ങൾക്ക് സൈക്കിൾ തരില്ല എന്ന് പറയണം. അതുപോലെ പുറത്ത് പോവുകയാണെങ്കിൽ പറഞ്ഞിട്ട് പോകണം. മാത്രമല്ല ഇനി പുറത്തേക്ക് പോവുകയാണെങ്കിൽ തന്നെ സൈക്കിൾ ഞാൻ തരില്ല, നടന്നു പോയാൽ മതി എന്നും പറയുന്നുണ്ട്. ഇപ്പൊ ആന്റിക്കും മാർഗിനും തോന്നുകയാണ് ശരിയാണ്, അങ്കിളിന് ദേഷ്യം വന്നതിൽ അങ്കിളിന് കുറ്റം പറയാൻ പറ്റില്ല, പറഞ്ഞിട്ട് പോയാൽ മതിയായിരുന്നു. ഈ സമയത്ത് അങ്ങോട്ടേക്ക് നമ്മുടെ ക്ലെയറും വരികയാണ്. എന്താ പ്രശ്നം ചോദിക്കുമ്പോൾ ആന്റി എല്ലാ കാര്യങ്ങളും പറയാണ്. അവരുടെ ആ ഒരു മുത്തശ്ശന്റെ നിധി തേടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും നേരമായിട്ട് ഇവർക്ക് കിട്ടിയ ആ ഒരു ക്ലൂവിനെ കുറിച്ചും അവളോട് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ രാത്രി നമുക്കൊന്ന് പോയി നോക്കിയാലോ, ഞാനും ഉണ്ട് എന്ന് പറയണം. അങ്ങനെ രാത്രി അങ്കിളിനോട് പറഞ്ഞിട്ട് തന്നെ ഇവർ 3 പേരും കൂടെ വടക്ക് ഭാഗത്തെ ആ ഒരു ബീച്ച് സൈഡിലേക്ക് പോകുന്നുണ്ട്. കുറെ നേരം 3 പേരും ആകാശത്തിലേക്ക് നോക്കി അങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ആന്റി ക്ലെയറിന് വേണ്ടിയിട്ട് ഒരു ചെയിൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് അവൾക്ക് സമ്മാനമായിട്ട് കൊടുക്കണം. കാരണം ആന്റിക്ക് ഈ ക്ലെയറിനോട് ഓൾറെഡി ഒരു ക്രഷ് ഉണ്ട്. അപ്പൊ ക്ലെയർ പറയാണ് ഒരേ സമയത്ത് 2 ചെയിൻ ഞാൻ എങ്ങനെ എന്റെ കഴുത്തിലിടുക, തൽക്കാലം നീ തന്ന ചെയിൻ ഞാൻ എന്റെ കഴുത്തിലിടാണ്. അവളുടെ കയ്യിലുണ്ടായിരുന്ന ചെയിൻ അത് ഊരി അവന്റെ കയ്യിലും കൊടുക്കുന്നുണ്ട്. ആ ചെയിന്റെ തറ്റത്തായിട്ട് ഒരു താക്കോൽ ഉണ്ടായിരുന്നു. ആ താക്കോൽ എവിടുന്ന് കിട്ടിയ ചോദിക്കുകയാണെങ്കിൽ ഈ ആന്റിയുടെ അപ്പൂപ്പന്റെ ആ ഒരു വീടുണ്ടല്ലോ അവിടുന്ന് കിട്ടിയ ഒരു പഴയ താക്കോലാണ്. പക്ഷേ ഇത് എന്തിന്റെ ചാവിയാണെന്ന് വ്യക്തമായിട്ട് അവൾക്കും അറിയില്ല. എന്നാൽ ആ ഒരു ചാവി പെട്ടെന്ന് മേടിച്ചിട്ട് മാർക്ക് പറയാണ് ഇത് ഞാൻ എന്തായാലും എന്റെ കഴുത്തിലിട്ടവളാണ്. പിന്നീട് 3 പേരും നേരം വെളുക്കുന്നത് വരെ ആകാശത്ത് നോക്കി അങ്ങനെ നിൽക്കുകയല്ലാതെ യാതൊരു ക്ലൂവും കിട്ടുന്നില്ല. കുറെ നേരം നിന്ന് ബോറടിച്ച സമയത്ത് ക്ലെയർ ഇപ്പോ ചെറിയ ചെക്ക് മാർക്ക് ഉണ്ടല്ലോ അവനോട് പറയണ ഡാ ഇത്രയും നേരമായിട്ട് ഒരു ക്ലൂവും കിട്ടിയില്ലോ, ദാ അവിടെ ഒരു ലൈറ്റ് ഹൗസ് കാണുന്നുണ്ട്, അതും നിന്റെ അപ്പൂപ്പൻ തന്നെ ഉണ്ടാക്കിയതാണ്, അവിടെ ഒന്ന് പോയി നോക്ക്, എനിക്ക് നിന്റെ ചേട്ടനോട് സ്വകാര്യമായിട്ടൊരു കാര്യം പറയാണ്ട്. ശരി ചേച്ചി എന്ന് പറഞ്ഞിട്ട് മാർക്ക് ഇപ്പൊ അവിടുന്ന് നേരെ ആ ഒരു ലൈറ്റ് ഹൗസിലേക്ക് പോവാണ്. ഇതേ നേരം തന്നെ നമ്മുടെ ആന്റിയും ക്ലെയറും കൂടെ അവരുടെ സ്വകാര്യം തുടങ്ങുകയാണ്. 2 പേരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കിസ് അടിക്കാൻ തുടങ്ങുന്നുണ്ട്. എന്നാൽ ഇതേ നേരം തന്നെ മാർക്ക് ആ ഒരു ലൈറ്റ് ഹൗസിന്റെ അടുത്തേക്ക് ചെന്നല്ലോ. ആ സമയത്ത് അതിന്റെ ആ ഒരു വെളിച്ചം കണ്ടപ്പോൾ മാർക്കിന് അവന്റെ തെറ്റ് മനസ്സിലായി. അതായത് അങ്കിളിന്റെ വാച്ചിലെ ആ ഒരു പസില് അതിൽ പറഞ്ഞിരിക്കുന്നത് ആകാശത്തിലെ നക്ഷത്രമല്ല, ഈ ലൈറ്റ് ഹൗസിലെ വെളിച്ചമാണ്. അപ്പൊ ഇത് മനസ്സിലായപാട് തന്നെ ചേട്ടാ കിട്ടി കിട്ടി എന്ന് പറഞ്ഞിട്ട് ഓടിച്ചേരുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ആന്റി മാർക്കിനെ നോക്കിയിട്ട് കള്ളക്കുരിപ്പ് വരുന്നുണ്ട്. അത്താഴം മുടക്കി എന്താ കിട്ടിയത്, ആരുടെങ്കിലും കയ്യിൽ നിന്ന് തല്ല് കിട്ടിയ ചോദിക്കുമ്പോൾ അല്ല ചേട്ടാ എനിക്ക് ക്ലൂ കിട്ടി, അതായത് എനിക്ക് തെറ്റുപറ്റിപ്പോയതാണ്, നക്ഷത്രമല്ല, ആ ലൈറ്റ് ഹൗസ് ഇല്ലേ ആ ലൈറ്റ് ഹൗസിൽ കാണുന്ന വെളിച്ചമാണ് അപ്പൂപ്പൻ ആ ഒരു വാച്ചിന്റെ പസിലിലൂടെ ഉദ്ദേശിച്ചത്. അങ്ങനെ ഇൻട്രസ്റ്റ് ആയപ്പോൾ 3 പേരും നേരെ അങ്ങോട്ടേക്ക് പോവാണ്. ആ ലൈറ്റ് ഹൗസ് മുഴുവനായിട്ട് ടോർച്ച് അടിച്ച് പരിശോധിക്കുന്നുണ്ട് ഇവിടെ നിന്ന് എന്തെങ്കിലും ക്ലൂ കിട്ടുമെന്ന്. അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇത്രയും നേരമായിട്ടും ഇവർക്ക് കിട്ടിയിട്ടില്ല. എന്നാൽ മുകളിലത്തെ റൂമിലേക്ക് പോകുന്ന സമയത്ത് അവിടെ ചെറിയ ചെറിയ പെട്ടികൾ ഉണ്ടായിരുന്നു. ഇവർ 3 പേരും ചേർന്ന് ഓരോ പെട്ടിയും പരിശോധിക്കുന്ന സമയത്ത് അവിടെ തന്നെ ഒരു പഴയ ക്ലോക്ക് കാണുന്നുണ്ട്. ഇത് കണ്ട സമയത്ത് നമ്മുടെ ആന്റിക്ക് ഒരു സംശയം, വാച്ചിൽ സൂചിപ്പിച്ച ആ ഒരു 12 മണി എന്ന് പറഞ്ഞ ഒരു സമയമുണ്ടല്ലോ അതുപോലെ ഇതിന്റെ ആ ഒരു സൂചികൾ ഒന്ന് സെറ്റ് ചെയ്ത് നോക്കിയാലോ. അങ്ങനെ ആ ഒരു സൂചി കറക്റ്റ് 12 മണി എന്ന രീതിയിൽ ഇവർ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ തന്നെ ക്ലോക്കിന്റെ മുകളിലായിട്ട് ചെറിയൊരു കിളിവാതിൽ അത് ഓപ്പൺ ആയി വരികയാണ്. അതിന്റെ ഉള്ളിൽ നിന്നും ഇവർക്കൊരു കത്ത് കിട്ടുന്നുണ്ട്. അതായത് ഇവർ തേടി വന്ന വഴി അത് കറക്റ്റ് ആണ്. മാത്രമല്ല ആ പേപ്പറിന്റെ മുൻഭാഗത്ത് എഴുതിയിരിക്കുന്നത് നിങ്ങൾ ആദ്യത്തെ ക്ലൂ അത് കണ്ടുപിടിച്ചു, രണ്ടാമത്തെ ക്ലൂയിലേക്ക് വന്നിരിക്കുകയാണ്. പിന്നീട് ആ ഒരു പേപ്പറിന്റെ മറുഭാഗം നോക്കുന്ന സമയത്ത് ഒന്നും തിരിയാത്ത കുറെ കാര്യങ്ങൾ അങ്ങ് എഴുതി വെച്ചിരിക്കുകയാണ്. ഇത് വായിക്കുമ്പോൾ കിളി പോവല്ലാതെ ഒന്നും മനസ്സിലാവുന്നില്ല. അതായത് ഈ ഒരു പസിൽ അത് വായിച്ച് മനസ്സിലാക്കണമെങ്കിൽ അവരുടെ അച്ഛന്റെ കയ്യിലുള്ള ആ ഒരു വാച്ച് അതുപോലെ തന്നെ ട്രിമർ അങ്കിളുടെ കയ്യിലുള്ള ആ ഒരു വാച്ച് ഇത് രണ്ടും ആവശ്യമാണ്. പക്ഷേ സാധനം ഇപ്പൊ കയ്യിലില്ലല്ലോ. എന്നാൽ പെട്ടെന്ന് മാർക്ക് നമ്മുടെ ചെറുക്കൻ അവൻ നേരത്തെ അത് അടിച്ചു മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ തന്നെ അത് അവിടെ എടുത്ത് വെക്കുകയാണ്. എന്നിട്ട് അത് ഉപയോഗിച്ചുകൊണ്ട് എന്താണ് ഇതിൽ എഴുതിയ എന്നുള്ള കാര്യം ഇവരെ ക്രാക്ക് ചെയ്യുന്നുണ്ട്. അതായത് അതിൽ പറഞ്ഞിരിക്കുന്നത് ഒരു കോഡാണ്. ഈ കോഡിന്റെ അർത്ഥം മനസ്സിലാണെങ്കിൽ ഇവരുടെ അപ്പൂപ്പന്റെ വീടുണ്ടല്ലോ അവിടെയുള്ള അപ്പൂപ്പൻ ഉപയോഗിച്ച ആ ഒരു സീക്രട്ട് പാസ്വേഡ് ഡീകോഡ് ചെയ്യുന്ന ഒരു മിഷനിൽ ഇത് അടിക്കണം. എന്നാലേ ഈ കോഡിൽ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവുള്ളൂ. എന്നാൽ ആ വീട് ഇപ്പൊ ആരുടേതാണ്? ഈ ക്ലെയറിന്റെ അച്ഛനായിട്ടുള്ള പീറ്ററിന്റേത്. അതുപോലെ തന്നെ ആ ഒരു മിഷീൻ പൂട്ടി വെച്ച ആ ഒരു ചില്ലുകൂടിന്റെ താക്കോലാണെങ്കിൽ അച്ഛന്റെ കയ്യിലാണ്. അപ്പൊ അച്ഛന്റെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലും ആ ഒരു ചാവി അടിച്ചു മാറ്റാൻ വേണ്ടി ആന്റി ഇപ്പോ ക്ലെയറിനോട് പറയാണ്. പക്ഷെ ക്ലെയറിന് നല്ല
നല്ല പേടിയുണ്ട്, അച്ഛനെങ്ങാനും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് നല്ല പെട കിട്ടും, എന്നാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് പറഞ്ഞിട്ട് ഇവർ നേരെ ഈ പീറ്ററിന്റെ വീട്ടിലേക്ക് പോകാൻ നിൽക്കുകയാണ്. പക്ഷെ അത്യാവശ്യം ദൂരം അങ്ങോട്ടേക്കുണ്ട്. ആന്റിയുടെയും നമ്മുടെ മാർക്കിന്റെ കയ്യിൽ എന്താ പറയാ സൈക്കിൾ ഇല്ലല്ലോ, അതുകൊണ്ട് തന്നെ അങ്കിളുടെ കാറിന്റെ ചാവി അടിച്ചു മാറ്റി ആ കാർ ഉപയോഗിച്ച് നേരെ പീറ്ററിന്റെ വീട്ടിലേക്ക് ഇവരെത്തിയിട്ടുണ്ട്. ആ നേരം പീറ്റർ വേറെ രണ്ട് ആൾക്കാരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പതിയെ ക്ലെയർ നൈസായിട്ട് പോയിട്ട് അച്ഛനോട് ചില കാര്യങ്ങളൊക്കെ സംസാരിച്ച് അച്ഛന്റെ അടുത്ത് നിന്നും ആ ഒരു ചാവി അടിച്ചു മാറ്റുന്നുണ്ട്. ഇതേ നേരം പുറത്തുണ്ടായിരുന്ന ആന്റി ഈ പീറ്ററിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആ രണ്ട് ആൾക്കാരെ കണ്ടു കേട്ടോ. അതിലൊരാളുടെ ശബ്ദം ഇതിനു മുന്നേ നമ്മുടെ ആന്റി കേട്ടിട്ടുണ്ട്. ആദ്യമായിട്ട് ആ ഒരു കാട്ടിലേക്ക് പോയപ്പോൾ അവന്റെ മുഖത്തൊരു തുണി കെട്ടിയിട്ട് അവനോട് സംസാരിച്ചില്ല ഒരാൾ, അയാളുടെ അതേ ശബ്ദം തന്നെ. പിന്നെ മറ്റേ ആള് അന്ന് രാത്രിയിൽ തിരിച്ചു വരുന്ന സമയത്ത് കാട്ടിൽ എന്തോ ചെയ്യുന്ന കുറച്ച് ആൾക്കാരെ കണ്ടില്ലേ, ആ കൂട്ടത്തിൽ ഇയാളുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഇവരെല്ലാം പീറ്ററിന്റെ ആൾക്കാരാണ്. ഇവർ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ആന്റിയുടെ അപ്പൂപ്പന്റെ ആ ഒരു നിധി അത് തേടിക്കൊണ്ടിരിക്കുകയാണ് പീറ്ററിന് വേണ്ടിയിട്ട്. ഈ കാര്യം ഇപ്പോൾ ആന്റിക്ക് മനസ്സിലായി. ഇതുപോലെ തന്നെ ക്ലെയറിന്റെ കയ്യിൽ ഇപ്പൊ ആ ഒരു ചാവി കിട്ടിയിട്ടുണ്ടല്ലോ, ആ ചാവിയുമായിട്ട് ഇപ്പൊ ആന്റിയും മാർക്കും ക്ലെയറും കൂടെ അവളുടെ അച്ഛനറിയാതെ നേരെ മുകളിലേക്ക് പോകുന്നുണ്ട്. പിന്നീട് ആ ചാവി ഉപയോഗിച്ച് ചില്ലുകൂടി തുറക്കുകയാണ്. ഇപ്പൊ ആ ഒരു മിഷനിൽ ഇവർക്ക് ഉപയോഗിക്കാൻ കഴിയുന്നുണ്ട്. അങ്ങനെ ഇവർക്ക് കിട്ടിയ ആ ഒരു ക്ലൂ, ആ ഒരു മനസ്സിലാകാത്ത കോഡ് വേർഡ് ഇതിൽ അടിക്കുന്ന സമയത്ത് പെട്ടെന്ന് അവിടെ ഉണ്ടായിരുന്ന കണ്ണാടിയുടെ ഭാഗം ഉണ്ടല്ലോ അത് തുറന്ന് ഒരു ഡോറ് പോലെ ആവുകയാണ്. അത് ഓപ്പൺ ആയ സമയത്ത് നല്ലൊരു ശബ്ദം ഉണ്ടാവുന്നുണ്ട്. അപ്പോഴേക്കും ഈ ശബ്ദം കേട്ട് പീറ്റർ അങ്ങോട്ടേക്ക് ഓടി വരുന്നുണ്ട്. വേഗം തന്നെ ആന്റി അതുപോലെ മാർക്ക് അതിന്റെ ഉള്ളിലേക്ക് കയറുകയാണ്. ക്ലെയർ ഇപ്പോഴും പുറത്തു തന്നെയാണ് കേട്ടോ. ഇപ്പൊ പീറ്റർ ശബ്ദം കേട്ട് ഈ റൂമിലേക്ക് വന്നപ്പോഴേക്കും ആ ഒരു കണ്ണാടിയുടെ ഭാഗത്തുനിന്ന് ഓപ്പൺ ആയി വന്ന ഡോറ് അത് പഴയതുപോലെ തന്നെ ക്ലോസ് ആവുകയാണ്. പിന്നീട് ഗണ്ണുമായിട്ട് പീറ്റർ അങ്ങോട്ടേക്ക് വന്നിട്ട് ചുറ്റും നോക്കുന്ന സമയത്ത് പ്രത്യേകിച്ചൊന്നും കാണുന്നില്ല. എന്നാൽ ഇയാൾക്കൊരു സംശയം, ഇനി എങ്ങാനും ശബ്ദം കേട്ടത് ഈ കണ്ണാടിയുടെ അപ്പുറത്തു നിന്നാണെങ്കിലോ ആ കണ്ണാടി പൊട്ടിച്ചു കളയാന്ന് പറഞ്ഞിട്ട് ഗണ്ണെടുത്ത് കണ്ണാടിക്ക് നേരെ ഷൂട്ട് ചെയ്യാൻ നിൽക്കുമ്പോൾ ഇതെല്ലാം കണ്ണാടിയുടെ ഇപ്പുറഭാഗത്ത് നിന്നുകൊണ്ട് ആന്റി അതുപോലെ തന്നെ മാർക്ക് ഇവർക്ക് രണ്ടുപേർക്കും വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. രണ്ടുപേരും ആകെ പേടിച്ച് നിൽക്കുകയാണ്. എന്നാൽ ഇതേ സമയത്ത് തന്നെ അങ്ങോട്ടേക്ക് വന്ന ക്ലെയർ അവളുടെ അച്ഛന്റെ ശ്രദ്ധ മാറ്റിയിട്ട് താഴേക്ക് കൊണ്ടുപോവാണ്. അവളാണ് റൂമിലേക്ക് വന്നത്. കൈ തട്ടി എന്തോ വീണപ്പോൾ ശബ്ദം ഉണ്ടായതെന്ന് പറയണം. തൽക്കാലത്തേക്ക് രക്ഷപ്പെട്ടു എന്ന് പറയാലോ. എന്തായാലും ഇതിനുശേഷം ആ കണ്ണാടിയുടെ അപ്പുറത്താണല്ലോ ആന്റി മാർക്ക്. ഇവരിപ്പോ അതിന്റെ പിന്നിലേക്ക് നോക്കുമ്പോൾ ടണല് പോലെ ചെറിയൊരു വഴി കാണുന്നുണ്ട്. ആ വഴിയിലൂടെ താഴേക്ക് അങ്ങനെ പോവാണ്. പോയി അവസാനം ചെറിയൊരു റൂമിലേക്ക് എത്തുന്നുണ്ട്. ആ റൂമിൽ ടേബിളിനായിട്ട് ചെറിയൊരു എന്തോ ഒരു മെഷീൻ, ഈ പുസ്തകം ഉണ്ടല്ലോ അതിന്റെയൊക്കെ വലിപ്പമുള്ള എന്തോ ഒരു മെഷീൻ, അതുപോലെ തന്നെ ഒരു ചാവിയും അതിന്റെ തൊട്ടടുത്ത് കിടക്കുന്നുണ്ട്. അപ്പൊ ഈ രണ്ട് സാധനങ്ങൾ എടുത്ത് അവിടുത്തെ തന്നെ പുറത്തേക്ക് പോകാനുള്ള ഒരു വഴി ഉണ്ടായിരുന്നു. അതുവഴി ഇവര് പുറത്തേക്ക് കിടക്കുന്നുണ്ട്. കാർ ഓൾറെഡി തന്നെ ക്ലെയർ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു കാറിൽ കയറിയിട്ട് ഇപ്പൊ ആന്റി അതുപോലെ തന്നെ മാർക്ക് ഇവിടുന്ന് പോകുന്നുണ്ട്. പോകുന്ന വഴിയിൽ ഇവർക്ക് രണ്ടാമത് കിട്ടിയ ആ ഒരു പേപ്പറിന്റെ കഷ്ണം ക്ലൂ ഉണ്ടല്ലോ അതിൽ ആ ഒരു കോഡ് വേർഡുകൾ അതെന്താണെന്ന് അറിയില്ലായിരുന്നു. എന്നാൽ ആ ഒരു മെഷീനിൽ അടിച്ച സമയത്ത് ഇതുപോലെ ആ ഒരു കണ്ണാടി ഡോർ മാത്രമല്ല ഓപ്പൺ ആയി വന്നത്, ഈ കോഡ് കൊണ്ട് എന്താ ഉദ്ദേശിച്ചത് എന്ന് കൂടെ ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിലുണ്ടായിരുന്നത് ആ ഒരു നിധിയുള്ളത് പോകാൻ പാടില്ല എന്ന് അങ്കിള് പറഞ്ഞ ആ ഒരു കാർഡിന്റെ ഏതോ ഒരു ഭാഗത്ത് തന്നെയാണ്. അത് കൺഫേം ആയി. അതിലേക്കുള്ള ഒരു ലൊക്കേഷനും സീക്രട്ട് ആയിട്ട് അതിൽ നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും അത് തേടി നമ്മൾ പോവാണ് ചേട്ടാ. സോ അതിന് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും വാക്കി ടോക്കി അതുപോലെ തന്നെ ചില ആയുധങ്ങൾ എല്ലാം നമുക്ക് ആവശ്യമുണ്ട്. അപ്പൊ അതെല്ലാം കളക്ട് ചെയ്തിട്ട് റെഡി ആയിട്ട് വേണം നമ്മൾ കാട്ടിലേക്ക് പോകാൻ. എന്നാൽ അതിന് മുന്നേ ആയിട്ട് ആന്റി ഇപ്പൊ നേരെ അങ്കിളുടെ വീട്ടിലേക്ക് തന്നെ പോവാണ്. അങ്കിളാണെങ്കിൽ എപ്പോഴും ശോകമായിട്ട് അങ്ങനെ ഇരിക്കും, മാത്രമല്ല മദ്യപിക്കുന്നുണ്ട്. അപ്പൊ അങ്കിളിന്റെ അടുത്തേക്ക് വന്നിട്ട് ആന്റി ചോദിക്കുന്നുണ്ട്, അങ്കിളെ എന്നോട് ദേഷ്യം തോന്നുന്നുണ്ടോ? ഞാൻ എന്റെ ഇഷ്ടത്തിന് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് ശരിക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യം ചെയ്യുന്നത്. ഇപ്പൊ അങ്കിള് അവനോട് പറയണം, മോനെ എനിക്ക് നിന്നോട് യാതൊരു ദേഷ്യമില്ല. കാരണം ഞാനും നിന്നെ പോലെ തന്നെയായിരുന്നു. ചെറുപ്പത്തിൽ എന്റെ മനസ്സിന് എന്താണ് തോന്നുന്നത് അത് ഞാൻ ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ നാട്ടിൽ ഞാൻ ഉണ്ടായിരുന്നില്ല. നിന്റെ അപ്പൂപ്പനെയും അതുപോലെ തന്നെ നിന്റെ അച്ഛനെയും എല്ലാവരെയും വിട്ട് ഞാൻ വേറൊരു നാട്ടിലായിരുന്നു. ചെറിയ പ്രായത്തിൽ ഞാൻ അവനെ ഒറ്റയ്ക്കാക്കി പോയതുകൊണ്ട് തന്നെ നിന്റെ അച്ഛന് എന്നോടൊക്കെ നല്ല ദേഷ്യമായിരിക്കും. അതുപോലെ ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്, അത് പറയാൻ വേണ്ടി നിന്റെ അച്ഛൻ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അത് നിന്നോട് പറയാനുള്ള ധൈര്യം എനിക്കില്ല മോനെ. ഇതും പറഞ്ഞ് അങ്കിൾ അവിടുന്ന് പോകുന്നുണ്ട്. എന്താണ് അങ്കിൾ ഉദ്ദേശിച്ചത്? ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമോ? അതിന് മാത്രം എന്താണ് ഇത്ര വലിയ കാര്യം എന്ന് ആലോചിച്ച് ആന്റി അങ്ങനെ നിൽക്കുന്നുണ്ട്. മാത്രമല്ല ഈ അങ്കിള് കുടിച്ചു തീർക്കുന്ന കള്ളിന്റെ കുപ്പികളുണ്ടല്ലോ അതിന്റെ ഉള്ളിലെല്ലാം വ്യത്യസ്തമായിട്ടുള്ള ഓരോ ക്രാഫ്റ്റുകൾ അങ്കിൾ ഉണ്ടാക്കി വെക്കാറുണ്ട്. അത് അങ്കിളുടെ ഹോബിയാണ്. അതിന്റെ തൊട്ടപ്പുറത്തായിട്ട് ഒരു പെട്ടിയുണ്ട്. ആ പെട്ടി ഇപ്പോൾ ആന്റി തുറന്നു നോക്കിയപ്പോൾ അവനൊന്ന് ഞെട്ടിപ്പോവാണ്. കാരണം നീന്തൽ മത്സരത്തിൽ പങ്കെടുത്തിട്ട് അവന് കിട്ടിയ ഓരോ മെഡലുകളും അത് ഈ പെട്ടിയിൽ എടുത്തു വെച്ചിട്ടുണ്ട്. മാത്രമല്ല അവന്റെ ഒരു ഫോട്ടോയും ആ ഒരു പെട്ടിയുടെ താഴെ ഉണ്ടായിരുന്നു. ഇതേ നേരം തന്നെ ആ ഒരു ബോട്ടിൽ അത് അവന്റെ കൈ തട്ടി താഴേക്ക് വീഴുന്നുണ്ട്. ആ ബോട്ടിലിന്റെ ഉള്ളിൽ കപ്പലിന്റെ ഈ പായ പോലെ എന്തോ ഒന്ന് ഒരു മിനിയേച്ചർ രൂപത്തിൽ സെറ്റ് ചെയ്തിട്ടില്ലേ, ആ പേപ്പറിന്റെ കഷ്ണത്തിൽ എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട് കേട്ടോ. അത് വായിച്ച സമയത്ത് ആന്റി ശരിക്കും ഇപ്പൊ ഷോക്കായി പോവാണ്. എന്തായിരിക്കും അവനത് വായിച്ചിട്ടുണ്ടാവുക? മറ്റൊന്നുമല്ല, നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ആന്റിയുടെ യഥാർത്ഥ അച്ഛൻ അത് മറ്റാരുമല്ല, ഈ നിൽക്കുന്ന ട്രിമ്മർ അങ്കിൾ തന്നെയാണ്. ട്രിമ്മറിന്റെ അച്ഛൻ, അതായത് ഇവരുടെയൊക്കെ അപ്പൂപ്പൻ, അവര് മരിച്ച സമയത്ത് ആ ഒരു വിഷമം താങ്ങാൻ കഴിയാതെ ഈ നാട് വിട്ടു പോയ ആളാണ് ട്രിമ്മർ. ആ സമയത്ത് മകനായിട്ടുള്ള ആന്റിയെ വളർത്താനായിട്ട് ഈ ട്രിമ്മർ അവന്റെ അനിയനെ ഏൽപ്പിച്ചു. എന്നാൽ അനിയനാണെങ്കിൽ ആന്റിയെ സ്വന്തം മകനായിട്ട് വളർത്തുകയും ചെയ്തു. അപ്പൊ ഈ ഒരു കാര്യം പറയാനാണ്, അല്ലെങ്കിൽ അച്ഛനെയും മകനെയും ചേർത്ത് വെക്കാനാണ് ശരിക്കും ആന്റിയുടെ അച്ഛനല്ല, അത് അവന്റെ ചെറിയ അച്ഛനാണ് അവൻ ഇങ്ങോട്ടേക്ക് വിട്ടത്. പക്ഷെ ഈ ഒരു കാര്യം തുറന്നു പറയാനായിട്ട് ട്രിമ്മറിന് ഒരു ധൈര്യം ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ചെറിയ പ്രായത്തിൽ തന്നെ ട്രിമ്മറുടെ ഭാര്യ അവനെ ഡിവോഴ്സ് ചെയ്ത് പോയിട്ടുമുണ്ട്. ആകെ കൂടെ പറയുകയാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞ സമയത്ത് ആന്റി വല്ലാണ്ട് ഷോക്കായി പോകുന്നുണ്ട്. പിന്നീട് മകന് വേണ്ടി ഒരുപാട് കത്തുകൾ ഈ ഒരു ട്രിമ്മർ എഴുതിയിട്ടുണ്ടെങ്കിലും അതൊന്നും
പോസ്റ്റ് ചെയ്യാനുള്ള ധൈര്യം ഇയാൾക്ക് ഉണ്ടായിരുന്നില്ല. ആ കത്തുകൾ മുഴുവൻ ഇതേപോലെ ബോട്ടിലിന്റെ ഉള്ളിൽ ക്രാഫ്റ്റുകളായിട്ട് അയാൾ ഉണ്ടാക്കി വെക്കുകയായിരുന്നു. എന്നാൽ ഓരോ ബോട്ടിലും തല്ലി പൊളിച്ച് അതിനുള്ളിൽ ഉണ്ടായിരുന്ന ഓരോ കത്തുകളും വായിക്കുമ്പോൾ ശരിക്കും ആന്റിയുടെ നെഞ്ച് തന്നെ പൊട്ടിപ്പോവാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒറ്റയടിക്ക് നിങ്ങളുടെ അച്ഛനും അമ്മയും അത് നിങ്ങളുടെ അച്ഛനും അമ്മയും അല്ല എന്നൊക്കെ പറയുമ്പോഴുണ്ടാവുന്ന ആ ഒരു ഷോക്ക്, ആ ഷോക്കിലാണ് ആന്റി ഇപ്പോൾ ഉള്ളത്. പെട്ടെന്ന് തന്നെ പുറത്തേക്ക് വരികയാണ്. ട്രിമറങ്ങളുടെ കാറിന്റെ ഉള്ളിലേക്ക് കയറുന്നുണ്ട്. അപ്പൊ തന്നെ മാർക്ക് ഓടി വരുന്നുണ്ട്. ചേട്ടാ ചേട്ടാ എങ്ങോട്ടാ പോകുന്നത്, ഞാനും വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷെ അവൻ ആരെയും മൈൻഡ് ആക്കുന്നില്ല. കണ്ണക്കാകെ നിറഞ്ഞൊഴുകയാണ്. അതുപോലെ തന്നെ ട്രിമ്മറും അങ്ങോട്ടേക്ക് ഓടി വരുന്നുണ്ട്. മോനെ എന്തുണ്ടെങ്കിലും നമുക്ക് പറഞ്ഞു തീർക്കാം, എങ്ങോട്ടാ പോകുന്നത് എന്ന യാതൊരു റെസ്പോൺസും ചെയ്യാതെ ആന്റി വളരെ വേഗത്തിൽ കാർ എടുത്തുകൊണ്ട് ഒരേറ്റ പോക്ക് പോവാണ്. കുറെ നേരം വേഗത്തിൽ അങ്ങനെ ഓടിക്കുന്നുണ്ട്. കാരണം മനസ്സിൽ തട്ടിയ ഒരു വിഷമം കാരണം എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ലായിരുന്നു. പിന്നീട് പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടി കാർ നിർത്തുന്നുണ്ട്. പതിയെ പതിയെ അവനൊന്ന് റിലാക്സ് ആവുകയാണ്, റിയലൈസ് ചെയ്യാണ് സിറ്റുവേഷൻ ഇങ്ങനെയൊക്കെയാണ്, വെറുതെ പ്രാന്ത് കാണിച്ചിട്ട് കാര്യമില്ല. ഇതിനുശേഷം ആന്റി ഒരു കാര്യം തീരുമാനിക്കുന്നുണ്ട്. എന്തായാലും ഇറങ്ങി വന്നില്ലേ, ഈ രാത്രിയിൽ തന്നെ ആ നിധിയുടെ അടുത്തേക്ക് പോകണം. ഏകദേശം ആ കാട്ടിന്റെ ഏത് ഭാഗത്താണ് നിധി എന്നുള്ളത് ആ ഒരു കോഡിലൂടെ മനസ്സിലായിട്ടുണ്ട്. നേരെ ഇരുട്ടിൽ തന്നെ ആ രാത്രിയിൽ തന്നെ അവൻ ആ കാടിന്റെ ഭാഗത്തേക്ക് പോവാണ്. എന്നാൽ ഒരു പ്രത്യേക സ്ഥലത്ത് എത്തിയ സമയത്ത് അവന്റെ ബാഗിൽ നിന്ന് ഒരു ബീപ് ബീപ് സൗണ്ട് കേൾക്കുന്നുണ്ട്. ഇതെന്താ ഈ സൗണ്ട് എന്ന് കരുതിയിട്ട് വേഗം തന്നെ അവൻ ആ ഒരു ബാഗ് തുറന്നു നോക്കിയപ്പോൾ അവന്റെ അപ്പൂപ്പിന്റെ വീട്ടിൽ നിന്നും ആ ഒരു കണ്ണാടിയുടെ പിറകിൽ നിന്നും എന്തോ ഒരു മെഷീൻ കിട്ടിയില്ലേ, ആ മെഷീനിൽ നിന്നാണ് ഇതുപോലെ ശബ്ദം കേൾക്കുന്നത്. വേഗം തന്നെ ആ ഒരു മെഷീൻ എടുക്കുകയാണ്. അതിലൊരു സ്വിച്ച് ഉണ്ടായിരുന്നു. ആ സ്വിച്ച് അമർത്തിയ സമയത്ത് തൊട്ടു മുന്നിൽ മണ്ണിന്റെ അടിഭാഗത്ത് നിന്ന് ഒരു ഡോറ് അത് ഓപ്പൺ ആയിട്ട് വരികയാണ്. പെട്ടെന്ന് ആയതുകൊണ്ട് തന്നെ ആന്റി ഒന്ന് ഷോക്ക് ആവുന്നുണ്ട്. ഇപ്പൊ അവന്റെ കയ്യിൽ നിന്നും ആ ഒരു റിമോട്ട് താഴേക്ക് വീണു പോവാണ്. പിന്നീട് ഓപ്പൺ ആയി വന്ന ആ ഒരു ഡോർ ഉണ്ടല്ലോ, അതിന്റെ താഴേക്ക് നോക്കിയപ്പോൾ കുറച്ച് സ്റ്റെപ്പുകൾ കാണാൻ പറ്റി. അത് ഇറങ്ങിക്കൊണ്ട് അവൻ താഴേക്ക് അങ്ങനെ പോകുന്നുണ്ട്. ശരിക്കും ഒരു ചെറിയ അറയായിരുന്നു. ആ അറയുടെ ഒരു ഭാഗത്തായിട്ട് രണ്ട് വലിയ ലോക്കറുകൾ കാണുന്നുണ്ട്. രണ്ട് ചാവി ഇടാനുള്ള സ്ഥലവും കാണുന്നുണ്ട്. ഒരു ചാവി ഓൾറെഡി തന്നെ ആ ഒരു റിമോട്ടിന്റെ അടുത്ത് വെച്ച് ഈ ആന്റിക്ക് കിട്ടിയിട്ടുണ്ട്. ആ കീ ഹോളിലേക്ക് ഈ ചാവി ഇട്ട സമയത്ത് ആ ഡോറ് അത് ഓപ്പൺ ആവുന്നില്ല. പകരം അവൻ ഇറങ്ങി വന്ന ആ ഒരു ഡോർ ഉണ്ടല്ലോ, അത് അടഞ്ഞു പോവാണ്. അതായത് ഇതൊരു ട്രാപ്പാണ്. ഒറ്റ ചാവി വെച്ച് ആരെങ്കിലും ഇത് തുറക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ആ ഒരു ഡോറ് പുറത്ത് നടഞ്ഞു പോകും. എന്നാൽ അത് തുറക്കണമെങ്കിൽ റിമോട്ട് വേണമല്ലോ. ആ റിമോട്ട് എവിടെയപ്പോ ഈ വാതിൽ തുറന്നു വന്നപ്പോൾ ആ ഒരു ഷോക്കിൽ അവന്റെ കയ്യിൽ നിന്ന് ആ റിമോട്ട് താഴെ വീണു പോയില്ലേ. ആക്ച്വലി ആ റിമോട്ട് ഇപ്പൊ പുറത്താണ് ഉള്ളത്. പറയുകയാണെങ്കിൽ ആന്റി ഇപ്പോ ആ മുറിക്കുള്ളിൽ പെട്ടതുപോലെ ആവുകയാണ്. ഒരാളും ഒരിക്കലും ഈ സ്ഥലം കണ്ടുപിടിക്കാൻ പോകുന്നില്ല. ആകെ ടെൻഷനിൽ ആന്റി ഇരിക്കുന്ന സമയത്ത് അവന്റെ അനിയൻ പറഞ്ഞ ആ ഒരു വാക്കി ടോക്കിയുടെ കാര്യം ഓർമ്മ വരികയാണ്. പിന്നീട് വേഗം തന്നെ ആ ഒരു വാക്കി ടോക്കി എടുക്കുകയാണ്. എന്നിട്ട് മാക്രിയോട് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. മാക്രിയല്ല, മാർക്ക്. പക്ഷെ അവന്റെ ഭാഗത്തുനിന്ന് യാതൊരു റെസ്പോൺസും ഇല്ല. കാരണം മിക്കവാറും അവന്റെ കയ്യിൽ ഇപ്പൊ ആ ഒരു വാക്കി ടോക്കി ഉണ്ടാവില്ല. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ട്രിമ്മറങ്ങളിൽ നോക്കുകയാണെങ്കിൽ ആകെ ഒരുമാതിരി ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. വേഗം തന്നെ ഇയാളുടെ അനിയനെയും ഭാര്യയും വിളിച്ചു വരുത്തിയിട്ടുണ്ട്. അവരിങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. നടന്ന കാര്യങ്ങളൊക്കെ പറയാണ്. ഇതുപോലെ ആന്റി സത്യം അറിഞ്ഞ സമയത്ത് അവൻ ഭയങ്കര ദേഷ്യത്തിൽ ഇവിടുന്ന് പോയി. കാറുകൊണ്ടാ പോയത്. നമുക്ക് എന്തായാലും അവന് തേടി പോകണം. പക്ഷേ കാർ ഇല്ലാത്തതുകൊണ്ട് ബോട്ട് വെച്ച് വേണം നമ്മൾ ഇനി തേടാൻ അവനെ. അപ്പോൾ ആന്റിയുടെ അച്ഛനും അമ്മയാണെന്ന് കരുതി അവന്റെ ചെറിയ അച്ഛൻ ഇപ്പൊ ചോദിക്കുന്നുണ്ട്, അല്ല അപ്പൊ മാർക്ക് എവിടെ പോയി? ആന്റി പോയപ്പോ അവന്റെ കാറിന്റെ പിന്നാലെ തന്നെ മാർക്ക് ഓടിപ്പോയിട്ടുണ്ട്. നിങ്ങൾ എന്തീ പറയുന്നത്? പിള്ളേരെ രണ്ടുപേരെയും അപ്പൊ കാണുന്നില്ല എന്നാണോ? ആകെ ടെൻഷനായിട്ട് ട്രിമ്മർ അതേന്ന് പറയാണ്. എത്രയും പെട്ടെന്ന് തന്നെ അവരെ തേടി കണ്ടുപിടിക്കണം. ഇതേ നേരം തന്നെ ആകെ പ്രതീക്ഷ നഷ്ടപ്പെട്ട് ആന്റി അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവന്റെ ആ ഒരു വാക്കി ടോക്കിയിലേക്ക് ഒരു ശബ്ദം വരുന്നുണ്ട്. ആന്റി, ഇത് ഞാനാണ് മാർക്ക്. നീ എവിടെയാണ്? ഇത് കേട്ടപാട് ആന്റിക്ക് ഭയങ്കര സന്തോഷമാണ്. അതായത് എന്തായാലും മാർക്ക് ആന്റിയെ തേടിക്കൊണ്ട് വന്നല്ലോ. അപ്പൊ മാർക്കിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ സമയത്ത് അവൻ ഏകദേശം ഈ ഒരു ഭാഗത്ത് തന്നെ ഉണ്ട്. അതുപോലെ ആ റിമോട്ട് അവന് കിട്ടിയിട്ടുണ്ട്. ആ റിമോട്ടിലെ സ്വിച്ച് ഞെക്കാൻ വേണ്ടി ഇപ്പൊ ആന്റി പറയാണ്. സ്വിച്ച് ഞെക്കിയ സമയത്ത് ആ ഒരു ഡോർ അത് ഓപ്പൺ ആയി വരുന്നുണ്ട്. വേഗം തന്നെ ആന്റി പുറത്തേക്ക് ഓടി വന്നിട്ട് മാർക്കിനെ കെട്ടിപ്പിടിക്കുകയാണ്. അതേസമയം തന്നെ മാർക്ക് പറയാണ്, ചേട്ടാ എനിക്ക് ഒരുപാട് വിഷമായി കേട്ടോ എന്നെ കൂട്ടാതെ ഇങ്ങനെ പോയ സമയത്ത്. സത്യം പറയാം, എനിക്ക് ഭയങ്കര സങ്കടമായി. ഈ സമയത്ത് ആന്റി പറയാണ്, എടാ മോനെ മാർക്കേ, ഞാൻ നിന്റെ ചേട്ടനൊന്നും അല്ലടാ. എന്റെ അച്ഛനും അമ്മയും വേറെയാണ്. ഞാൻ ഇത്രയും കാലം അച്ഛാ അമ്മ എന്ന് വിളിച്ചത് എന്റെ അച്ഛനും അമ്മയല്ല. നീ ശരിക്കും എന്റെ അനിയനൊന്നും അല്ലടാ. ഭയങ്കര വിഷമിച്ച് കരഞ്ഞുകൊണ്ടാണ് ആന്റി ഈ ഒരു കാര്യം പറയുന്നത്. അതായത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും വഴക്കിട്ടോണ്ടിരിക്കുകയാണെങ്കിലും ഇടയിൽ ഭയങ്കര സ്നേഹം ഉണ്ടായിരുന്നു കേട്ടാ. ഇത് കേട്ട സമയത്ത് മാർക്ക് പറയാണ്, ചേട്ടൻ എന്തേ പറയുന്നത്? ഇനിയിപ്പോ ഏത് അച്ഛനും അമ്മയും ആയിക്കോട്ടെ, ഞാൻ ചേട്ടനെ ചേട്ടനായിട്ടാണ് കണ്ടത്. ചേട്ടനെ എന്നെ അനിയനായിട്ടല്ല കണ്ടത്. അതിനിപ്പോ എന്തൊക്കെ സംഭവിച്ചാലും എന്താ, എനിക്ക് ഒരിക്കലും നിന്നെ ചേട്ടനായിട്ടല്ലാണ്ട് കാണാൻ പറ്റില്ല. ഇനി എന്തൊക്കെ സംഭവിച്ചാലും ഈ ഭൂമി ഇടിഞ്ഞു പൊളിഞ്ഞു വീണാലും ശരി, നീ എന്റെ ചേട്ടനാടാ. അങ്ങനെ രണ്ടുപേരുടെ ഇടയിലും ഒരുപാട് ഇമോഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. അവസാനം കെട്ടിപ്പിടിച്ച് രണ്ടുപേരും കാര്യമാണ്. എല്ലാം ഓക്കെ ആയി. എന്തൊക്കെ സംഭവിച്ചാലും ഞാനും നീയും ചേട്ടനും അനിയനും തന്നെയാണ്. ഇതിനുശേഷം എന്തായാലും നമുക്കിനി ആ ഒരു നിധി എടുക്കാനായിട്ട് ഉള്ളിലേക്ക് പോയാലെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ താഴേക്ക് പോകുന്നുണ്ട്. എന്നാൽ രണ്ട് ചാവി വേണമല്ലോ. ഒരു ചാവി അവരുടെ കയ്യിലുള്ളൂ. അപ്പോൾ നമുക്കിനി തിരിച്ചു പോകാം. ആ ഒരു ചാവി കണ്ടുപിടിച്ചിട്ട് വരാന്ന് പറയണം. ഈ സമയത്ത് മാർക്ക് പറയാണ്, എന്റെ കയ്യിലുള്ള ഈ ചാവി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. അതായത് ക്ലെയറിന് അവളുടെ അച്ഛനാണല്ലോ ഇവരുടെ അപ്പൂപ്പന്റെ പഴയ വീട് മേടിച്ചത്. അപ്പൊ അവിടെ പോയ വാർഡിന് വ്യത്യസ്തമായിട്ടുള്ള ഒരു പഴയ ചാവി കിട്ടിയപ്പോൾ അതൊരു മാല പോലെ ആക്കി അവൾ കഴുത്തിലിട്ടായിരുന്നു. ആ ചാവിയാണ് നമ്മുടെ മാർക്കിന് കൊടുത്തത്. ആ ചാവി ഇപ്പൊ ഉപയോഗിച്ച് നോക്കാന്ന് മാർക്ക് പറയാണ്. അപ്പോ ഒരു ഡൗട്ടിന്റെ പുറത്ത് രണ്ടുപേരും ആ ഒരു ചാവി ഇടുന്നുണ്ട്. ഒന്ന് തിരിച്ചപ്പോ പെട്ടെന്ന് തന്നെ ആ ഒരു ഡോർ അത് ഓപ്പൺ ആയിട്ട് വരുന്നുണ്ട്. രണ്ടുപേരും ആകെ അത്ഭുതപ്പെട്ടു പോകാൻ കേട്ടോ. അങ്ങനെ ഡോറ് തുറന്നു വന്ന സമയത്ത് ഒരു ചെറിയ വഴി കാണുന്നുണ്ട്. അതിലൂടെ ഇവർ പോകുമ്പോൾ അവിടെ ഒരുപാട് കുഴലുകൾ ഉണ്ടായിരുന്നു. ഇവർ അതിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് ഈ കുഴലുകൾ ഉണ്ടല്ലോ, ഇതിൽ നിന്ന് ഭീകരമായിട്ടുള്ള യക്ഷിയുടെയും പ്രേതത്തിന്റെയും അതുപോലെയുള്ള ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. നാട്ടുകാർ ഈ ശബ്ദം കേട്ടിട്ടാണ് യഥാർത്ഥത്തിൽ പേടിച്ചിരുന്നത്. അതുകൊണ്ടാണ് നാട്ടുകാർ പറഞ്ഞത് ഈ കാട്ടിൽ അമാനുഷികമായ
ശക്തിയുണ്ട്, പ്രേതമുണ്ട്, ഭൂതമുണ്ട് എന്നൊക്കെ. യഥാർത്ഥത്തിൽ ഇതെല്ലാം ഇവരുടെ അപ്പൂപ്പന്റെ ഒരു ട്രാപ്പ് ആയിരുന്നു, എല്ലാവരെയും പേടിപ്പിക്കാനായിട്ടുള്ള ഒരു ട്രാപ്പ്. ആ ഒരു ശബ്ദം വരുന്നത് കൊണ്ട് തന്നെ ഈ ഒരു ഏരിയയിലേക്കൊന്നും നിധി തേടി വരുന്നവർ അധികമൊന്നും വരാറില്ല. അവർ ബാക്കിയുള്ള ഭാഗത്തേക്ക് പോയിട്ടായിരുന്നു നിധി തപ്പിയിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും കാലമായിട്ട് ആർക്കും ഇത് കണ്ടുപിടിക്കാൻ പറ്റാതിരുന്നത്. എന്നാൽ ഈ ഒരു ടണലിലേക്ക് ആന്റി അതുപോലെ തന്നെ മാർക്ക് രണ്ടുപേരും വന്നു നോക്കുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് കാഴ്ചകൾ കാണുന്നുണ്ട്. അതായത് തിളങ്ങുന്ന ഓരോ വസ്തുക്കൾ. ഇവർ വന്നിരിക്കുന്നത് ഒരു നിധി കുംഭത്തിലേക്കല്ല, സ്വർണം തന്നെ കുഴിച്ചെടുക്കുന്ന ഒരു ടണലിലേക്കാണ്. ഇവിടെ ഒരുപാട് സ്വർണത്തിന്റെ നിക്ഷേപമുണ്ട്. എടുക്കുന്ന കല്ല് മുതൽ അവർ ചവിട്ടുന്ന മണൽത്തരി വരെ അത് സ്വർണ്ണമായിരുന്നു. അതായത് ഈ സ്വർണം ഖനനം ചെയ്തെടുക്കുന്ന ഒരു ഖനി തന്നെയാണ് ആ ഒരു സ്ഥലം എന്ന് പറയുന്നത്. അതിലൂടെ ഇവർ രണ്ടുപേരും മുന്നോട്ടേക്ക് പോയി നോക്കുമ്പോൾ ഒരു ചെറിയ ഹോള് പോലെ ഒരു സ്ഥലം കാണാണ്. അതിലൂടെ പുറത്തേക്ക് നോക്കുന്ന സമയത്ത് കടലിന്റെ ഒരു ഭാഗത്തേക്കാണ് ആ വഴി അങ്ങനെ തുറന്നു കിടക്കുന്നത്. അതിലേക്ക് എടുത്ത് ചാടുകയാണെങ്കിൽ നേരെ കടലിൽ ചെന്ന് വീഴും. മാത്രമല്ല അവിടെ ഒരുപാട് പെട്ടികളും അതിൽ കുറേ അധികം സ്വർണ്ണ നാണയങ്ങളും മാത്രമല്ല എന്തൊക്കെയോ ഡോക്യുമെന്റ്സും ഉണ്ടായിരുന്നു. അതിങ്ങനെ വായിച്ചു നോക്കുന്ന സമയത്ത് അതിൽ ക്ലെയറിന്റെ അച്ഛനായിട്ടുള്ള പീറ്ററിന്റെ ചില ഡീറ്റെയിൽസ് ഉണ്ടായിരുന്നു. അതായത് ഇവരുടെ അപ്പൂപ്പിന് നേരത്തെ തന്നെ ഈ പീറ്ററിനെ അറിയാം. എന്തായിരിക്കും അവർ തമ്മിലുള്ള ഒരു ബന്ധം എന്ന് ആലോചിച്ച് നിൽക്കുന്ന സമയത്ത് ഒരു ഗണ്ണുമായിട്ട് പീറ്റർ അങ്ങോട്ടേക്ക് വരികയാണ്. അതായത് പീറ്റർക്ക് നന്നായിട്ട് അറിയാം രണ്ട് പിള്ളേരും കൂടെ എങ്ങനെയെങ്കിലും അവസാനം ഈ ഒരു നിധിയിലേക്ക് എത്തുന്നു. അപ്പൊ അവരറിയാതെ തന്നെ പീറ്റർ ഇവരെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഗണ്ണുമായിട്ട് വന്ന പീറ്റർ ഉണ്ടല്ലോ, അവിടെ ഉണ്ടായിരുന്ന ആ ഒരു പെട്ടിയും കാര്യങ്ങളൊക്കെ തുറന്നു നോക്കുമ്പോൾ സ്വർണത്തിന്റെ കട്ടകൾ അങ്ങനെ കിടക്കുകയാണ്. നിധി ആയിരിക്കും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയും അങ്ങോട്ട് എക്സ്പെക്ട് ചെയ്തില്ല. സത്യം പറഞ്ഞാൽ നിധി കുഴിച്ചെടുക്കുന്ന ഒരു ഖനി തന്നെയായിരിക്കും എന്ന്. എന്നാൽ ഇതേ നേരം തന്നെ ആന്റി മാർക്കും ചോദിക്കുന്നുണ്ട്, സത്യം പറ ഞങ്ങളുടെ അപ്പൂപ്പനുമായിട്ട് നിനക്ക് എന്താണ് ബന്ധം? ആ സമയത്ത് പീറ്റർ കാര്യങ്ങൾ പറയാണ്, ഞാനും നിങ്ങളുടെ അപ്പൂപ്പനൊക്കെ പഴയ ഒരു കൂട്ടുകാരായിരുന്നു. പക്ഷെ ഒരു ഘട്ടത്തിൽ ഞാൻ ഈ ഖനിയെ കുറിച്ച് ചോദിച്ചപ്പോൾ നിങ്ങളുടെ അപ്പൂപ്പനെ ഇത് പറയാൻ വേണ്ടി വലിയ മടി. പരമാവധി ഞാൻ ശ്രമിച്ചു നോക്കി. പക്ഷെ അവസാനം കടലിൽ വെച്ച് എനിക്ക് അയാളെ കൊല്ലേണ്ടി വന്നു. മരിക്കുന്നത് വരെ നിന്റെ അപ്പൂപ്പനൊന്നും ഈ രഹസ്യം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്നാലും കുഴപ്പമില്ല, നിങ്ങളുടെ അപ്പൂപ്പന് ഈ ഒരു കാര്യം പറയാൻ പറ്റിയിട്ടില്ലെങ്കിലും നിങ്ങൾ കാരണം എനിക്ക് ഇതിലേക്ക് എത്താൻ പറ്റിയല്ലോ, അത് തന്നെ ധാരാളം. മാത്രമല്ല ഇവരുടെ അപ്പൂപ്പന്റെ ബോഡി ഇതുവരെയായിട്ടും ഇവർക്ക് ആർക്കും കിട്ടിയിട്ടില്ല. എന്നാൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഇവർ വന്ന് കയറിയ ആ ഒരു അറയുണ്ടല്ലോ അതങ്ങോട്ട് ക്ലോസ് ആയി പോവാണ്, ഒരു ഡോറ് വന്നിട്ട്. അതുപോലെ ആ ഒരു ഡോറിന്റെ പിന്നിൽ എഴുതി വെച്ചിട്ടുണ്ട് വാൾട്ടർ ഫാമിലിയിൽപ്പെട്ട ഒരാൾക്ക് മാത്രമേ ഈ ഡോറ് ഓപ്പൺ ആക്കാൻ പറ്റുള്ളൂ എന്നുള്ളത്. മാത്രമല്ല ആ ഒരു ഡോറിന്റെ ചാവി എന്ന് പറയുന്നത് സിനിമയുടെ ആരംഭത്തിൽ നമ്മുടെ മാർക്ക് സോൾവ് ചെയ്ത ആ ഒരു പസിൽ ഉണ്ടല്ലോ ആ പസിലാണ്. എന്നാൽ ഈ കാര്യമൊന്നും രണ്ടുപേരും പീറ്ററിനോട് പറയുന്നില്ല. ഇപ്പൊ പീറ്ററിന്റെ അടുത്ത് ആ ഒരു ഗണ്ണ് താഴെ വെക്കാൻ വേണ്ടി ആന്റി പറയുന്നുണ്ട്. കാരണം ഈ ഡോറ് തുറക്കാനായിട്ട് ഇവർ രണ്ടുപേരിൽ ഒരാളെ കൊണ്ട് പറ്റുള്ളൂ. എന്നാൽ അത് ഞങ്ങൾ പറയില്ല എന്ന് പറയണം. ഇതേ നേരം തന്നെ അവിടെ ഉണ്ടാകുന്ന ആ ഒരു ചെരുവിലേക്ക് പീറ്റർ ഇപ്പോൾ നമ്മുടെ മാർക്കിനെ തള്ളി അങ്ങോട്ട് ഇടുകയാണ്. അത്യാവശ്യം ആഴുണ്ടായിരുന്നു. നേരെ ചെന്ന് കടലിലേക്കാണ് ഇപ്പൊ മാർക്ക് വീണത്. ഇപ്പൊ ആകെ ദേഷ്യം വന്ന ആന്റി ആണെങ്കിൽ പീറ്ററിനെ പിടിച്ചിട്ട് പറയാണ്, ഈ ഡോറ് തുറക്കാൻ അറിയാം അവന് മാത്രമാണ്. ഇനിയിപ്പോ നമ്മൾക്ക് രണ്ടുപേർക്ക് ഇവിടുന്ന് പുറത്ത് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവന്റെ കോളറിലും പിടിച്ചിട്ട് ആന്റി ഒരൊറ്റ വലിയാണ്. അങ്ങനെ രണ്ടുപേരും കൂടെ ആ ഒരു വെള്ളത്തിലേക്ക് വീഴുന്നുണ്ട്. ഈ ഒരു കാര്യം ബോട്ടിൽ സെർച്ച് ചെയ്യാൻ ഇറങ്ങി ആര് കാണുന്നുണ്ട്? ട്രിമ്മർ കാണുകയാണ്. മക്കള് രണ്ടുപേരും താഴേക്ക് വീണത് കൊണ്ട് തന്നെ അവരെ രക്ഷപ്പെടുത്താൻ ഒന്നും നോക്കാതെ ട്രിമ്മർ താഴേക്ക് അതായത് വെള്ളത്തിലേക്ക് എടുത്ത് ചാടുന്നുണ്ട്. എന്നാൽ നല്ല അടിയൊഴുക്കുള്ള ഒരു ഭാഗമായിരുന്നു അത്. പക്ഷേ നമ്മുടെ മാർക്ക് ഈ ഒരു ഐലൻഡിലേക്ക് വരുമ്പോൾ അവന്റെ അമ്മ പറഞ്ഞായിരുന്നു, എപ്പോഴും നീ നിന്റെ ദേഹത്ത് ഈ ഒരു ലൈഫ് ജാക്കറ്റ് ഇട്ടുവെന്ന്. അമ്മ പറഞ്ഞ ആ ഒരു കാര്യം അതുപോലെ അനുസരിച്ചത് കൊണ്ട് തന്നെ അവന്റെ ഷർട്ടിന്റെ ഉള്ളിൽ ആ ഒരു ലൈഫ് ജാക്കറ്റ് ഇപ്പോഴും ഉണ്ടായിരുന്നു. അത് കാരണം ആ ഒരു വെള്ളത്തിനടിയിൽ നിന്നും അവൻ എളുപ്പത്തിൽ മുകളിലേക്ക് പൊന്തി വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ ആന്റിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ വെള്ളത്തിനടിയിൽ 1.5 മിനിറ്റ് 2 മിനിറ്റ് ഒക്കെ അവന് ശ്വാസം പിടിച്ച് നിൽക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ആ ഒരു വെള്ളത്തിൽ വീണിട്ടും അവൻ അവിടുന്ന് സർവൈവ് ചെയ്ത് വരാൻ കഴിയുന്നുണ്ട്. എന്നാൽ പീറ്ററിന്റെ അവസ്ഥയായിരുന്നു കഷ്ടം. ഇങ്ങനെ പ്രത്യേകിച്ച് ടാലന്റോ അല്ലെങ്കിൽ ലൈഫ് ജാക്കറ്റോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ആ ഒഴുക്കിൽ അവൻ പെട്ടുപോവാണ്. അധികം വൈകാതെ മരിക്കുന്നുണ്ട്. അതുപോലെ ഇവരെ രക്ഷിക്കാൻ വേണ്ടി ചാടി ഇറങ്ങിയ ഈ ട്രിമ്മറും ആ ഒരു വെള്ളത്തിൽ പെട്ടുപോവാണ്. ട്രിമ്മറിനെ വേഗം തന്നെ ആന്റി രക്ഷപ്പെടുത്തി മുകളിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഇപ്പൊ തീരെ ബോധമില്ല. CPR കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. മരിച്ചോ ഇല്ലയോ എന്ന് പോലും അറിയില്ല. യാതൊരു രീതിയിലും അവന്റെ അച്ഛൻ റെസ്പോൺസ് ചെയ്യുന്നില്ല. ഈ സമയത്തെല്ലാം ആന്റിക്ക് അവന്റെ അച്ഛനോട് മോശമായിട്ട് സംസാരിച്ച ആ ഒരു കാര്യങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ട്. അന്ന് രാത്രി ഉറങ്ങാൻ പറഞ്ഞപ്പോൾ എന്നോട് ആജ്ഞാപിക്കാൻ നീ എന്റെ തന്തയൊന്നുമല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ചൂടായിരുന്നു. അപ്പൊ ആ ഒരു കാര്യമൊക്കെ ആലോചിച്ച് അവന് ഭയങ്കരമായിട്ട് വിഷമമാണ്. അങ്ങനെ ആദ്യമായിട്ട് ആന്റി ട്രിമ്മറിനെ അവൻ അച്ഛാന്ന് വിളിക്കുന്നുണ്ട്. അധികം വൈകാതെ തന്നെ ഉള്ളിലുണ്ടായിരുന്ന ആ ഒരു വെള്ളം പുറത്തേക്ക് വന്നിട്ട് ഇപ്പൊ ട്രിമ്മറിന് ശ്വാസം തിരിച്ചു കിട്ടുകയാണ്. അവസാനം ട്രിമ്മർ രക്ഷപ്പെടുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട്. ഈ പീറ്റർ മരണപ്പെട്ട കാര്യം എല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല അവളെ കൂട്ടാനായിട്ട് അതായത് പീറ്ററിന്റെ മകളായിട്ടുള്ള ക്ലെയറിനെ കൂട്ടാനായിട്ട് സിറ്റിയിലെ ബന്ധുക്കളും അതുപോലെ തന്നെ പോലീസുകാരും വന്നു. ക്ലെയർ ഇപ്പൊ നേരെ സിറ്റിയിലേക്ക് പോവാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ അനിയൻ ചെറുക്കൻ മാർക്കുണ്ടല്ലോ അവന്റെ അച്ഛനും അമ്മയും പോകുന്നുണ്ട് ഇവരോട് യാത്ര പറഞ്ഞുകൊണ്ട്. എന്നാൽ ഈ ദ്വീപിൽ ട്രിമ്മറും അതുപോലെ തന്നെ ആന്റിയും നിൽക്കാൻ തീരുമാനിച്ചു. എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ ആന്റി അവന്റെ അച്ഛനോട് ചോദിക്കണം, അച്ഛാ എന്തിനാ ഒരു കത്തുകളൊക്കെ ഇവിടെ തന്നെ വെച്ചത്? അതെനിക്ക് അയച്ചുകൂടായിരുന്നു. എന്നാൽ നേരത്തെ തന്നെ എല്ലാ കാര്യത്തിലും ഒരു ക്ലാരിറ്റി വരില്ലായിരുന്നു. ഇപ്പൊ ട്രിമ്മർ പറയണ മോനെ അതിനങ്ങോട്ട് എന്താ പറയുക ഒരു ചമ്മലായിരുന്നു മോനെ. എന്തായാലും നമുക്കിനി ആ ഒരു ഖനിയിലേക്ക് പോവാം. ആവശ്യമുള്ള സ്വർണ്ണം നമുക്ക് അവിടെ നിന്ന് എടുക്കാം. നമ്മുടെ ഫാമിലിയിലുള്ള എല്ലാ പ്രശ്നങ്ങളും അത് വെച്ച് നമുക്ക് തീർക്കാന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും ഇപ്പൊ നേരെ അങ്ങോട്ടേക്ക് പോവാണ്. അതായത് ആ ഒരു കാട്ടിൽ ഭൂതവുമില്ല പ്രേതവുമില്ല. ഇവരുടെ അപ്പൂപ്പൻ ഇവർക്ക് വേണ്ടി എടുത്തു വെച്ച സമ്പത്ത് മാത്രമേ ഉള്ളൂ. ഇത് കാണിച്ചുകൊണ്ട് സിനിമ ഇവിടെ തീരുകയാണ്. ഈ കഥ എങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായാൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.